ആദ്യമായിട്ട് പറഞ്ഞായിരുന്നു നമ്മുടെ സാധാരണ ക്ലാസ്സുകളെക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ പഠിക്കേണ്ട സമയമാണ് റിവിഷൻ ക്ലാസ്സുകൾ എന്ന് പറയുന്നത്. ഇനി ഇത് പഠിക്കാൻ നിങ്ങൾക്കൊരു അവസരം കിട്ടില്ല. ഇനി നമ്മൾ ഇതിനെ വീണ്ടും റിവൈസ് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് ഫ്രണ്ട്സിനോട് എല്ലാവരോടും ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുക. കാരണം ഇനി ഇതിൻ്റെ മേലെ വേറൊരു റിവിഷനോ ഇനി ഇതിൻ്റെ മേലെ ക്ലാസ്സോ ഒന്നും എടുക്കില്ല. നിങ്ങൾ സ്വന്തമായിട്ട് പഠിച്ച് സംശയങ്ങൾ ചോദിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്ത് ഫ്രണ്ട്സിനോടൊക്കെ ജോയിൻ ചെയ്യാൻ പറയുക കേട്ടോ. അല്ലാതെ ഇപ്പം ഞാനെന്താ പറയുക, ഞാൻ ഇത്ര സമയം വെയിറ്റ് ചെയ്തു. ഇനിയും 39 എത്രയാണ് 42 പേര് മാത്രമേ ജോയിൻ ചെയ്തിട്ടുള്ളൂ ക്ലാസ്സിൽ. അപ്പോൾ അത്രയും ഉത്തരവാദിത്വമാണ് എല്ലാവർക്കും. ഈ മഴ ആയതുകൊണ്ടാണോ റേഞ്ച് ഇല്ലാത്തതുകൊണ്ടാണോ എന്താ കാരണം എനിക്കറിയത്തില്ല. അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ എന്നായിരുന്നു ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ നമ്മൾ ഏറ്റവും തുടക്കത്തിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് നമ്മൾ ഓൺലൈൻ ക്ലാസ്സൊക്കെ തുടങ്ങിയ സമയത്ത് ഏറ്റവും ആദ്യം തുടങ്ങിയ ചാപ്റ്ററാണ് ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ചാപ്റ്റർ, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ. അപ്പോൾ ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത് ആദ്യം ഡാറ്റയും ഇൻഫർമേഷനും തമ്മിലുള്ള വ്യത്യാസം പഠിച്ചു. പിന്നെ ഡാറ്റ പ്രോസസ്സിങ് എന്താണെന്ന് പഠിച്ചു. അതായത് ഡാറ്റയെ ഇൻഫർമേഷൻ ആക്കി കൺവേർട്ട് ചെയ്യുന്ന പ്രൊസീജിയറിനെയാണ് ഡാറ്റ പ്രോസസ്സിങ് എന്ന് പറയുന്നത്. അതിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെ ചെയ്താൽ ഡാറ്റ പ്രോസസ്സിങ് കംപ്ലീറ്റ് ആകുമെന്ന് പഠിച്ചു. പിന്നെ കമ്പ്യൂട്ടറിൻ്റെ ഫങ്ഷണൽ യൂണിറ്റ്സ് ഒരു ബ്ലോക്ക് ഡയഗ്രം ഒക്കെ വരച്ച് അതിൻ്റെ ഓരോ ഫങ്ഷണൽ യൂണിറ്റ്സിൻ്റെ ഫങ്ഷൻസും ഒക്കെ എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചായിരുന്നു. അതിനുശേഷം നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്പ്യൂട്ടർ പഠിച്ചു. അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ പഠിച്ചു. അതിനുശേഷം നമ്പർ സിസ്റ്റംസ്, നമ്പർ കൺവേർഷൻസ്, ഇൻറ്റിജർ റെപ്രസെൻറ്റേഷൻ, ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറിൻ്റെ റെപ്രസെൻറ്റേഷൻ, ക്യാരക്ടർ റെപ്രസെൻറ്റേഷൻ, ഇമേജ്, ഓഡിയോ, വീഡിയോയുടെ ഒക്കെ റെപ്രസെൻറ്റേഷൻ ഒക്കെ പഠിച്ച ചാപ്റ്ററാണ് ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ടുള്ള ഒരു റിവിഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങിയത് ഡിഫറൻസ് ബിറ്റ്വീൻ ഡാറ്റ ആൻഡ് ഇൻഫർമേഷൻ, രണ്ട് കോൺസെപ്റ്റ്സ് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയത്. എന്താണ് ഡാറ്റ, എന്താണ് ഇൻഫർമേഷൻ, ഈ രണ്ട് കോൺസെപ്റ്റ്സ് പറഞ്ഞിട്ടാണ് നമ്മൾ ക്ലാസ് തുടങ്ങിയത്. വാട്ട് ഈസ് ഡാറ്റ, വാട്ട് ഈസ് ഇൻഫർമേഷൻ. അപ്പോൾ എന്താണ് ഡാറ്റയും ഇൻഫർമേഷനും തമ്മിലുള്ള വ്യത്യാസം? പെട്ടെന്ന് നിങ്ങൾ എല്ലാവരും അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോണേ. ഞാൻ പേര് വിളിക്കുന്നില്ല, പെട്ടെന്ന് നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോളൂ. എന്താണ് ഡാറ്റയും ഇൻഫർമേഷനും തമ്മിലുള്ള വ്യത്യാസം? ഡാറ്റ എന്താണ്, ഇൻഫർമേഷൻ എന്താണ്? പ്രോസസ്സ് ചെയ്യാത്ത, വെരി ഗുഡ്. പ്രോസസ്സ് ചെയ്യാതെയുള്ള റോ മെറ്റീരിയൽസിനോട് സിമിലർ ആണ് ഡാറ്റ എന്ന് പറയുന്നത്. നമ്മളൊരു പ്രോസസ്സിങ് നടത്തിയിട്ടില്ല. നമ്മളുടെ കയ്യിൽ കിട്ടുന്ന സാധനം എങ്ങനെയാണോ അതിനെ അങ്ങനെ തന്നെ ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ ഡാറ്റ എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് നമ്മളായിട്ട് ഒരു കാര്യവും ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് നോൺ ആസ് ഡാറ്റ. പിന്നെ രണ്ടാമത്തേതാണ് ഇൻഫർമേഷൻ. ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിൽ കിട്ടിയ ഡാറ്റയിൽ കുറേ ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്ത് അതിനെ എന്താക്കി കൺവേർട്ട് ചെയ്യും, അതിനെ യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിലേക്ക് മാറ്റും. ഡാറ്റ എന്ന് പറയുന്ന ഒരു റോ മെറ്റീരിയൽ പോലെയാണ്. കുറേ അൺഅറേഞ്ച്ഡ് ആയിട്ടുള്ള, ഒട്ടും അറേഞ്ച് ചെയ്ത് വെക്കാത്ത അവിടെ ഇവിടെയും ചെറിയ കിടക്കുന്ന കുറേ സാധനങ്ങൾ നമ്മളെ കയ്യിൽ കിട്ടുന്നതിനെയാണ് നമ്മൾ ഡാറ്റ എന്ന് പറയുന്നത്. ഈ ഡാറ്റയെ അറേഞ്ച് ചെയ്ത് പ്രോപ്പർ ഫോമിലാക്കി അതിൻ്റെ അകത്ത് നമ്മളുടെ ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പാകത്തിനാക്കി മാറ്റിയതിനെയാണ് നമ്മൾ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് മെയിനായിട്ടും ഡാറ്റയും ഇൻഫർമേഷനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. പിന്നെ അതിനെ നമ്മളൊരു ടേബിൾ വരച്ച് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടേബിൾ വരച്ച് റെപ്രസെൻ്റ് ചെയ്ത് നിങ്ങളുടെ നോട്ടൊക്കെ കയ്യിലുണ്ടാവണേ. ഞാൻ ഇന്നലെ തന്നെ നിങ്ങളോട് പറഞ്ഞാണ് റിവൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ നോട്ടൊക്കെ കയ്യിലുണ്ടാവണം, അത് നിങ്ങൾ നോക്കണം. അപ്പോൾ നോട്ട് നോക്കിയാണെങ്കിൽ ഉത്തരം പറയാനൊക്കെ ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഡാറ്റയും ഇൻഫർമേഷനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമ്മളൊരു കോളം വരച്ച് റെപ്രസെൻ്റ് ചെയ്തായിരുന്നു. അതിൻ്റെ അകത്ത് 4 ഡിഫറൻസസ് ആണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഡാറ്റയും ഇൻഫർമേഷനും തമ്മിൽ മെയിനായിട്ടും 4 ഡിഫറൻസസ് ഉണ്ട്. ഡാറ്റ, ഇൻഫർമേഷൻ. അതിൻ്റെ അകത്തെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡാറ്റ എന്ന് പറയുന്നത് ദേ ആർ റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്. റോ എന്ന് പറഞ്ഞാൽ അറിയാം, പച്ചയായിട്ടുള്ളത്, കുക്ക് ചെയ്യാത്ത, പാകം ചെയ്യാത്ത ഒരു സാധനത്തെയാണ് നമ്മൾ റോ എന്ന് പറയുക. പച്ചയായിട്ടുള്ള, പാകം ചെയ്യാത്ത, അതായത് ഒരു അറേഞ്ച്മെന്റോ ഒരു ഓപ്പറേഷൻസോ ഒന്നും പെർഫോം ചെയ്യാതെ എങ്ങനെയാണോ നമ്മൾക്ക് കിട്ടിയത് അതേ രീതിയിൽ തന്നെ ഉപയോഗിക്കുന്ന സെറ്റ് ഓഫ് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സിനെയാണ് നമ്മൾ ഡാറ്റ എന്ന് പറയുന്നത്. അതേസമയം ഇൻഫർമേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇൻഫർമേഷൻ ഈസ് ദ പ്രോസസ്ഡ് ഫോം ഓഫ് ഡാറ്റ. ഇറ്റ് ഈസ് ദ പ്രോസസ്ഡ് ഫോം ഓഫ് ഡാറ്റ. ഈ ഡാറ്റയെ പ്രോസസ്സ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കുറച്ച് ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യാം.
ക്ലാസിഫിക്കേഷൻ, കമ്പാരിസൺ, സമ്മറൈസേഷൻ പോലെയുള്ള ഒരുപാട് ഓപ്പറേഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഓപ്പറേഷൻസ് എല്ലാം പെർഫോം ചെയ്ത് യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിലേക്ക് ഇതിനെ മാറ്റിയിരിക്കുന്നതിനെയാണ് നമ്മൾ ഇൻഫർമേഷൻ എന്ന് പറയാം. അപ്പോൾ ഡാറ്റയുടെ എക്സാമ്പിൾ, നിങ്ങളുടെ ഇപ്പം 10ാം ക്ലാസ്സിലെ വാല്യുവേഷൻ നടന്നു എന്ന് വിചാരിക്കുക, കഴിഞ്ഞ വർഷം നടന്നതാണ്. അപ്പോൾ 10ാം ക്ലാസ്സിലെ വാല്യുവേഷൻ നടന്ന് ഓരോ ടീച്ചേഴ്സ് നിങ്ങളുടെ പേപ്പർ വാല്യൂ ചെയ്യുന്നു, അവർ മാർക്ക് എവിടെ ഇടുന്നു, അവർ നോക്കിയ നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ ആ മാർക്ക് ഇട്ട് വെക്കുന്നു. പിന്നെ ആ മാർക്കിനെ ഒരു മാർക്ക് ലിസ്റ്റിൽ എഴുതി ടാബുലേഷന് വേണ്ടിയിട്ട് കൊടുക്കുന്നു, അവിടുന്ന് അതിനെ അപ്ലോഡ് ചെയ്യുന്നു. അപ്പോൾ ഓരോ സബ്ജക്റ്റിൻ്റെ മാർക്കായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവസാനം ഈ ഇതെല്ലാം ഡാറ്റയാണ്, അതായത് പേപ്പർ നോക്കി കിട്ടുന്ന മാർക്ക് എന്ന് പറയുന്നത് ഒരു ഡാറ്റയാണ്. അത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല, അതിനെ നമുക്കൊരു ഇൻഫർമേഷൻ ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡാറ്റയാണ്. ഇൻഫർമേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു സബ്ജക്റ്റിൻ്റെ മാർക്ക് മാത്രം വെച്ചിട്ട് നിങ്ങൾക്ക് ഒരിടത്തും +1 അഡ്മിഷൻ തരാൻ വേണ്ടിയിട്ട് പറ്റില്ല. അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിൻ്റെ മാർക്കിൻ്റെ മാത്രം ബേസിസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്കോളർഷിപ്പിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, ഏതെങ്കിലും കോഴ്സിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു സബ്ജക്റ്റിൻ്റെ മാർക്ക് എന്ന് പറയുന്നത് ഡാറ്റ മാത്രമാണ്. അതിൽ നിന്നും പ്രോസസ്സ് ചെയ്ത് എല്ലാ സബ്ജക്റ്റിനെയും കൂടെ ഉൾക്കൊള്ളിച്ച് അതിനെ എല്ലാം കൂടെ സമ്മറൈസ് ചെയ്ത് അതിനെ കൃത്യമായിട്ടുള്ള ഒരു ഫോർമാറ്റിൽ എഴുതി ഉണ്ടാക്കിയിരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ദാറ്റ് ഈസ് പ്രോസസ്സിങ്. ആ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പ്രോസസ്സിങ് എന്നാണ് പറയാം. അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടുന്നതിനെയാണ് നമ്മൾ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡാറ്റ എന്ന് പറയുന്നത് റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ആണ്, ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ പ്രോസസ്ഡ് ഫോം ആണ്. ഇനി ഡാറ്റ ഈസ് സിമിലർ ടു റോ മെറ്റീരിയൽ. ഡാറ്റ ഈസ് സിമിലർ ടു റോ മെറ്റീരിയൽ. ഡാറ്റ ഈസ് സിമിലർ ടു റോ മെറ്റീരിയൽ, അതായത് പച്ചയായിട്ടുള്ള വസ്തുക്കൾ. ഇപ്പോൾ ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽ ആണ്, അസംസ്കൃത വസ്തുവാണ് അരി എന്ന് പറയുന്നത്. അപ്പോൾ ഡാറ്റ എന്ന് പറയുന്നത് ഇതേപോലെയുള്ള അസംസ്കൃത വസ്തുക്കളോട് സിമിലർ ആണ്. ഇറ്റ് ഈസ് സിമിലർ ടു റോ മെറ്റീരിയൽസ് ആൻഡ് ഇൻഫർമേഷൻ ഈസ് സിമിലർ ടു ഫിനിഷ്ഡ് പ്രോഡക്ട്സ്. ഇൻഫർമേഷൻ ഈസ് സിമിലർ ടു ഫിനിഷ്ഡ് പ്രോഡക്റ്റ്, അതായത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിനോട് സിമിലർ ആണ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഡാറ്റ കനോട്ട് ബി ഡയറക്ട്ലി യൂസ്ഡ്. അത് ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഓരോ സബ്ജക്റ്റിൻ്റെ മാർക്കായിട്ട് എടുത്തിട്ട് അതിനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ഒരു സബ്ജക്റ്റിൻ്റെ മാർക്ക് മാത്രം എടുത്തിട്ട് അഡ്മിഷന് വേണ്ടിയിട്ടോ വേറെ ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ കനോട്ട് ബി ഡയറക്ട്ലി യൂസ്ഡ്. അതേസമയം മാർക്ക് ലിസ്റ്റ്, അതിൻ്റെ പ്രോസസ്ഡ് ഫോമായ ഇൻഫർമേഷൻ ആയ മാർക്ക് ലിസ്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം, സ്കോളർഷിപ്പിന് വേണ്ടിയിട്ടോ വേറെ അഡ്മിഷന് വേണ്ടിയിട്ടോ ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഡയറക്ട്ലി. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഡയറക്ട്ലി. ഇപ്പോൾ ഡാറ്റ ആണെങ്കിൽ അതിന് പ്രോസസ്സിംഗ് നടത്തിയിട്ടേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ഇൻഫർമേഷൻ ആണെങ്കിൽ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഡയറക്ട്ലി. ഡയറക്റ്റ് ആയിട്ടും അതിനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ലാസ്റ്റ് വൺ, ഇറ്റ് ഡസ് നോട്ട് ഗിവ് ക്ലിയർ സെൻസ്. ഒരു സബ്ജക്റ്റിന്റെ മാർക്ക് മാത്രം വെച്ചിട്ട് നമുക്ക് ഒരു കുട്ടീനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ആ കുട്ടി എല്ലാ സബ്ജക്റ്റിനും ഇതേപോലെയാണ് പെർഫോം ചെയ്തിരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. ചില കുട്ടികൾക്ക് ചില സബ്ജക്ട്സ് വീക്ക് ആയിരിക്കും, ചില സബ്ജക്ട്സ് സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ചില സബ്ജക്ട്സ് നല്ല തറവായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കൂടുതൽ മാർക്ക് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇറ്റ് ഡസ് നോട്ട് ഗിവ് പ്രിസൈസ് ആൻഡ് ക്ലിയർ സെൻസ്. പ്രിസൈസ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു സെൻസ് തരാൻ വേണ്ടിയിട്ട് ഡാറ്റയ്ക്ക് പറ്റില്ല. ഇറ്റ് ഡസ് നോട്ട് ഗിവ് പ്രിസൈസ് ആൻഡ് ക്ലിയർ സെൻസ്. അതേസമയം ഇൻഫർമേഷൻ ഈസ് ക്ലിയർ ആൻഡ് മീനിങ് ഫുൾ. അത് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം കുട്ടി എങ്ങനെ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഒരു ഇൻഫർമേഷൻ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഡാറ്റ ഡസ് നോട്ട് ഗിവ് പ്രിസൈസ് ആൻഡ് ക്ലിയർ സെൻസ്, ബട്ട് ഇൻഫർമേഷൻ ഈസ് ക്ലിയർ ആൻഡ് മീനിങ് ഫുൾ. അപ്പോൾ ഇത്രയുമാണ് ഡാറ്റയും ഇൻഫർമേഷനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ പറഞ്ഞു പോകുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ്, എപ്പോൾ ആണെങ്കിലും. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യം. നമ്മുടെ ഏറ്റവും ഫസ്റ്റ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം ഇതാണ്. ഇനി രണ്ടാമതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം എന്ന് പറയുന്നത് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടർ. ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൻ്റെ ഫങ്ഷണൽ യൂണിറ്റ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ ഫങ്ഷണൽ യൂണിറ്റ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ ജോൺ വോൺ ന്യൂമാൻസ് മോഡൽ ഓഫ് കമ്പ്യൂട്ടറാണ് ഡിസ്കസ് ചെയ്തത്. നിങ്ങളുടെ നോട്ടൊക്കെ കയ്യിലുണ്ടാവണം, അതൊക്കെ നോക്കണേ. സ്പെല്ലിംഗ് ഒക്കെ അന്ന് ഞാൻ തന്നിട്ടുണ്ട് കൃത്യമായിട്ട്. അപ്പോൾ ജോൺ വോൺ ന്യൂമാൻ ഡെവലപ്പ് ചെയ്ത ന്യൂമാൻസ് മോഡൽ ഓഫ് കമ്പ്യൂട്ടറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ന്യൂമാൻസ് മോഡൽ ഓഫ് കമ്പ്യൂട്ടറിന് 4 യൂണിറ്റ്സ് ആണുള്ളത്. 4 ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ആണ് ഈ ന്യൂമാൻസ് മോഡൽ ഓഫ് കമ്പ്യൂട്ടറിനുള്ളത്. ഒന്നാമത്തേത് ഇൻപുട്ട് യൂണിറ്റ്, രണ്ടാമത്തേത് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, മൂന്നാമത്തേത് സ്റ്റോറേജ് യൂണിറ്റ്, നാലാമത്തേത് ഔട്ട്പുട്ട് യൂണിറ്റ്. ഇങ്ങനെ 4 ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ഉള്ള ഒരു സ്ട്രക്ചറാണ് ജോൺ വോൺ ന്യൂമാൻ ഡെവലപ്പ് ചെയ്തത്.
ഇതിനെ നമ്മൾ ന്യൂമാൻസ് മോഡൽ ഓഫ് കമ്പ്യൂട്ടർ എന്നാണ് പറയുക. ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന ഏതൊരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ കമ്പ്യൂട്ടിംഗ് ഡിവൈസ് എടുത്തു കഴിഞ്ഞാലും, മൊബൈൽ ഫോൺ ആവാം, ടാബ്ലറ്റ് ആവാം, കമ്പ്യൂട്ടർ ആവാം, ലാപ്ടോപ്പ് ആവാം, ഏത് കമ്പ്യൂട്ടിംഗ് ഡിവൈസ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാലും ബേസിക് ആയിട്ട് ഈ സ്ട്രക്ചർ ഫോളോ ചെയ്തുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഡെവലപ്പ് ചെയ്യുന്നത്. കാരണം ഇൻപുട്ട് യൂണിറ്റും ഔട്ട്പുട്ട് യൂണിറ്റും ഉണ്ട്, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ഉണ്ട്, സ്റ്റോറേജ് യൂണിറ്റ് ഉണ്ട്. എല്ലാ കമ്പ്യൂട്ടറുകൾക്കും ബേസിക് ആയിട്ട് ഈ സ്ട്രക്ചർ ഫോളോ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആർക്കിടെക്ചറിൽ വ്യത്യാസം വരും, ഓരോന്നിൻ്റെയും പെർഫോമൻസിൽ വ്യത്യാസം വരും, പക്ഷേ ഏറ്റവും ബേസിക് ആയിട്ട് ഇതേ രീതിയിലുള്ള സ്ട്രക്ചർ തന്നെയാണ് ഇപ്പോഴും കമ്പ്യൂട്ടേഴ്സ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ബേസിക് സ്ട്രക്ചർ ഓഫ് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടർ. അപ്പോൾ ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടർ എന്നോ അല്ലെങ്കിൽ സ്ട്രക്ചർ ഓഫ് കമ്പ്യൂട്ടർ എന്നോ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം വരച്ച് വേണം എക്സ്പ്ലെയിൻ ചെയ്യാൻ. ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് വരിക. ആദ്യമേ ഇൻപുട്ട് യൂണിറ്റ് is connected to central processing unit is connected to output unit. ഇനി ഈ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിൽ നിന്നാണ് ഈ സ്റ്റോറേജ് യൂണിറ്റിലേക്ക് കണക്ട് ചെയ്യുന്നത്. സ്റ്റോറേജ് യൂണിറ്റിലേക്ക് ഒരു ഡബിൾ സൈഡ് ആരോ ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റോറേജ് യൂണിറ്റിലേക്ക് സ്റ്റോർ ചെയ്യും, അവിടുന്ന് തിരിച്ചെടുക്കുകയും ചെയ്യാം. അതുകൊണ്ട് ഡബിൾ സൈഡ് ആരോ ആണ് സ്റ്റോറേജ് യൂണിറ്റിലേക്ക് വരച്ചിരിക്കുന്നത്. ഇനി ഈ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യും. ALU, CU and registers മൂന്നാക്കി ഡിവൈഡ് ചെയ്യും. ഇതാണ് ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കമ്പ്യൂട്ടർ. ജോൺ വോൺ ന്യൂമാൻ്റെ മോഡലിൽ അല്ലെങ്കിൽ ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടർ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ സ്ട്രക്ചർ ഓഫ് കമ്പ്യൂട്ടർ പറയുകയാണെങ്കിൽ സ്ട്രക്ചർ ഓഫ് കമ്പ്യൂട്ടറിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം ഇതാണ്. സ്ട്രക്ചർ ഓഫ് കമ്പ്യൂട്ടർ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബ്ലോക്ക് ഡയഗ്രാം വരച്ചാൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. ബ്ലോക്ക് ഡയഗ്രാം നിർബന്ധമാണ്. അപ്പോൾ ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറയുന്നത് ഇൻപുട്ട് യൂണിറ്റ്, ഇറ്റ് ഇസ് കണക്റ്റഡ് ടു സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ഇസ് കണക്റ്റഡ് ടു ഔട്ട്പുട്ട് യൂണിറ്റ്. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ഇസ് ഡിവൈഡഡ് ഇൻറ്റു ALU, CU ആൻഡ് രജിസ്റ്റേഴ്സ് മൂന്നാക്കി ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ആൻഡ് ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ദ സ്റ്റോറേജ് യൂണിറ്റ്. സ്റ്റോറേജ് യൂണിറ്റിലേക്ക് ഒരു ഡബിൾ സൈഡ് ആരോ ആണ് കൊടുത്തിരിക്കുന്നത്, അങ്ങോട്ട് സ്റ്റോർ ചെയ്യാനും അവിടുന്ന് തിരിച്ചെടുക്കാനും പറ്റും. ഇനി ഇതിൻ്റെ അകത്തെ ഓരോ യൂണിറ്റ്സ് ആയിട്ട് ഡിസ്കസ് ചെയ്യാണ് വേണ്ടത്. ഓരോ സിംഗിൾ യൂണിറ്റ്സ് ആയിട്ട് നമ്മൾ പഠിക്കണം. അതിൻ്റെ അകത്തെ ഫസ്റ്റ് യൂണിറ്റ് ആണ് ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് യൂണിറ്റ് ഇൻപുട്ട് യൂണിറ്റ് ആണ്. ഇൻപുട്ട് യൂണിറ്റ് ഉപയോഗിക്കുന്നത് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റയെ കമ്പ്യൂട്ടറിലേക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് ഇൻപുട്ട് യൂണിറ്റ്. അപ്പോൾ നമ്മൾ ഇൻപുട്ട് ഡിവൈസസ് ഉപയോഗിച്ച് നമ്മൾ കളക്ട് ചെയ്തിരിച്ച് വെച്ചിരിക്കുന്ന ഡാറ്റ, അത് എന്താണ് കീബോർഡ് ഉപയോഗിച്ചോ മൗസ് ഉപയോഗിച്ചോ ടച്ച് സ്ക്രീൻ ഉപയോഗിച്ചോ ഒക്കെ നമ്മുടെ കയ്യിലുള്ള ഡാറ്റയെ കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് ഇൻപുട്ട് യൂണിറ്റ്. അപ്പോൾ ഇൻപുട്ട് യൂണിറ്റിലേക്ക് ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കും. കാരണം അത് ഇൻപുട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അത് ഉപയോഗിച്ചോണ്ടെന്ന് നിർബന്ധമില്ല. അപ്പോൾ അതുകൊണ്ട് അതിനെ അവിടെ സ്റ്റോർ ചെയ്ത് വെച്ച് പിന്നീടോ അപ്പോഴോ എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇതിൻ്റെ അകത്ത് മെയിനായിട്ടും പഠിക്കേണ്ടത് ഇൻപുട്ട് യൂണിറ്റിൻ്റെ ഫങ്ഷൻസ് ആണ്. ഇൻപുട്ട് യൂണിറ്റിന് 3 ഫങ്ഷൻസ് ആണ് മെയിനായിട്ടും ഉള്ളത്. അതിൽ ഒന്നാമത്തെ ഫങ്ഷൻ ആണ് അക്സെപ്റ്റ് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ഫ്രം ഔട്ട്സൈഡ് വേൾഡ്. പുറത്തുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ യൂസറിന്റെ കയ്യിൽ നിന്നും ഡാറ്റയും ഇൻസ്ട്രക്ഷനും ആക്സെപ്റ്റ് ചെയ്യുക, ഡാറ്റയും ഇൻസ്ട്രക്ഷനും സ്വീകരിക്കുക. അതിനുശേഷം നമുക്ക് മനസ്സിലാവുന്ന ഭാഷയല്ല കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്നതെന്നൊക്കെ നമ്മൾ പല ചാപ്റ്ററുകളായിട്ട് ഇപ്പോൾ പഠിച്ചു വരികയാണ്. കമ്പ്യൂട്ടറിന് ബൈനറി ലാംഗ്വേജ് മാത്രമേ അറിയത്തുള്ളൂ, നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് മാത്രമേ അറിയത്തുള്ളൂ. അപ്പം നമ്മുടെ കയ്യിലുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് നമ്മൾ ഈ ഇൻപുട്ട് കൊടുക്കുക, ഔട്ട്സൈഡ് വേൾഡിൽ നിന്ന് നമ്മൾ ഇൻപുട്ട് കൊടുക്കുക. അപ്പോൾ ഇൻപുട്ട് യൂണിറ്റ് എന്ത് ചെയ്യണം? കൺവേർട്ട് ഇറ്റ് ഇൻടു കമ്പ്യൂട്ടർ അക്സെപ്റ്റബിൾ ഫോം. കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന രീതിയിലേക്ക് ഇതിനെ മാറ്റണം. കൺവേർട്ട് ഇറ്റ് ഇൻടു കമ്പ്യൂട്ടർ അക്സെപ്റ്റബിൾ ഫോം. കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന രീതിയിലേക്ക് അതിനെ മാറ്റണം. മാറ്റിയതിന് ശേഷം സപ്ലൈ ഇറ്റ് ടു ദ CPU. അതിനെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിലേക്ക് കൊടുക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഇൻപുട്ട് യൂണിറ്റിൽ ഓർത്തിരിക്കേണ്ടത്. ഒന്നാമതായിട്ട് ഇൻപുട്ട് യൂണിറ്റ് ഉപയോഗിക്കുന്നത് ഔട്ട്സൈഡ് വേൾഡിൽ നിന്നും ഡാറ്റയും ഇൻസ്ട്രക്ഷൻസിനെയൊക്കെ അക്സെപ്റ്റ് ചെയ്ത് കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് ഇൻപുട്ട് യൂണിറ്റ്. ഔട്ട്സൈഡ് വേൾഡിലുള്ള ഡാറ്റയും ഇൻസ്ട്രക്ഷനും ആക്സെപ്റ്റ് ചെയ്ത് കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കാനാണ് ഇൻപുട്ട് യൂണിറ്റ് ഉപയോഗിക്കുന്നത്. അതിന് ഇൻപുട്ട് ഡിവൈസസ് ആണ് ഉപയോഗിക്കുന്നത്. കീബോർഡും മൗസും പോലെയുള്ള ഇൻപുട്ട് ഡിവൈസസ് ആണ് ഇൻപുട്ട് യൂണിറ്റിൽ ഉപയോഗിക്കുന്നത്. പിന്നെ ഇൻപുട്ട് യൂണിറ്റിൽ നിന്ന് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അവിടെ സ്റ്റോർ ചെയ്ത് വെക്കും, എപ്പോൾ വേണമെങ്കിലും അതിനെ എടുത്ത് ഉപയോഗിക്കാം. ഇൻപുട്ട് യൂണിറ്റിന് മെയിനായിട്ട് 3 ഫങ്ഷൻസ് ആണുള്ളത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആക്സെപ്റ്റ് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ഫ്രം ഔട്ട്സൈഡ് വേൾഡ്. പുറത്തുനിന്ന് ഡാറ്റയും ഇൻസ്ട്രക്ഷനും സ്വീകരിക്കുക.
രണ്ടാമത്തേത് കൺവേർട്ട് ഇറ്റ് ഇൻ ടു കമ്പ്യൂട്ടർ അക്സെപ്റ്റബിൾ ഫോം, കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന രീതിയിലേക്ക് അതിനെ മാറ്റുക. മൂന്നാമതായിട്ട് സപ്ലൈ ഇറ്റ് ടു ദ CPU, അതിനെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിന് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് ആര് ചെയ്യേണ്ടത്? ഇൻപുട്ട് യൂണിറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി രണ്ടാമത്തേതാണ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ CPU. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ CPU. എന്താണ് CPU അല്ലെങ്കിൽ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചത് എന്താണ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിനെ കുറിച്ച് പഠിച്ചത്? ഇറ്റ് ഈസ് ദ ബ്രെയിൻ ഓഫ് കമ്പ്യൂട്ടർ. പിന്നെ പഠിച്ചത് എന്തുകൊണ്ടാണ് അതിനെ ബ്രെയിൻ ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്? ബിക്കോസ് എല്ലാ ഡിസിഷൻ മേക്കിംഗ് ആക്ടിവിറ്റീസും നടക്കുന്നത് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിൽ നിന്നാണ്. അതായത് മേജർ ആയിട്ടുള്ള കാൽക്കുലേഷൻസും കമ്പാരിസൺസും ഡിസിഷൻ മേക്കിങ്സും എല്ലാം നടക്കുന്നത് ഈ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിൽ നിന്നാണ്. അതേപോലെ ഈ കമ്പ്യൂട്ടറിനെ മൊത്തത്തിൽ കൺട്രോൾ ചെയ്യുന്നതും കോഓർഡിനേറ്റ് ചെയ്യുന്നതും സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ്. അതുകൊണ്ടാണ് അതിനെ ബ്രെയിൻ ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിനെ ബ്രെയിൻ ഓഫ് കമ്പ്യൂട്ടർ എന്നാണ് പറയുക. ബ്രെയിൻ ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന കാര്യം എല്ലാ ഡിസിഷൻ മേക്കിംഗ് ആക്ടിവിറ്റീസും അതേപോലെ തന്നെ ബാക്കി മേജർ ഫങ്ഷൻസ് എല്ലാം സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ് ചെയ്യുക. ബാക്കി എല്ലാ യൂണിറ്റുകളെയും കൺട്രോൾ ചെയ്യുന്നത് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ്. അതുകൊണ്ടാണ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിനെ ബ്രെയിൻ ഓഫ് കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടറിന്റെ തലച്ചോറ് എന്ന് വിളിക്കുന്നത്. ഇനി ഈ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിന് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിനെ മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ് ആൻഡ് രജിസ്റ്റേഴ്സ്. അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് എന്ന് പറയുന്ന ALU, CU, രജിസ്റ്റേഴ്സ്. ALU, CU, രജിസ്റ്റേഴ്സ് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യും. അതിൻ്റെ അകത്ത് ഫസ്റ്റ് വൺ ആണ് ALU. ALU എന്ന് പറയുന്നത് എന്താണ്? ALU എന്ന് പറയുന്നത് അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് ആണ് ALU. ALUവിൽ എന്തൊക്കെയാണ് ചെയ്യുക? പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം. അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് എന്ത് ചെയ്യും? മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസും ലോജിക്കൽ ഓപ്പറേഷൻസും, നമ്മുടെ കമ്പ്യൂട്ടറിൽ നടക്കേണ്ട എല്ലാ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസും ലോജിക്കൽ ഓപ്പറേഷൻസും പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള യൂണിറ്റ് ആണ് അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പം അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റിനെ കുറിച്ച് ഇത്രയും കാര്യം മാത്രം ഓർത്തിരുന്നാൽ മതി. അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് ഉപയോഗിക്കുന്നത് കമ്പ്യൂട്ടറിൽ നടക്കുന്ന എല്ലാ ഡിസിഷൻ മേക്കിംഗ് ഓപ്പറേഷൻസും അതേപോലെ തന്നെ അരിത്തമെറ്റിക് കാൽക്കുലേഷൻസും നടത്താൻ വേണ്ടിയിട്ടാണ് ALU അല്ലെങ്കിൽ അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് ഉപയോഗിക്കുന്നത്. ഇനി രണ്ടാമത്തേതാണ് കൺട്രോൾ യൂണിറ്റ്. കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ബ്രെയിൻ ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് CPU-നെയാണ്, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിനെയാണ് നമ്മൾ ബ്രെയിൻ ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഇനി കൺട്രോൾ യൂണിറ്റിനെ നമ്മൾ വിളിക്കുന്നത് ഇറ്റ് ഈസ് ദ സെൻട്രൽ നെർവസ് സിസ്റ്റം ഓഫ് എ കമ്പ്യൂട്ടർ. അപ്പോൾ ബ്രെയിനും നെർവസ് സിസ്റ്റവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നാഡീവ്യൂഹവും തലച്ചോറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? തലച്ചോറാണ് കൺട്രോൾ ചെയ്യുന്നത്, ഈ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. ആ കൺട്രോളിങ് ഈ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് ആര് വഴിയാണ്? ഈ നാഡീവ്യൂഹം വഴി, ഞരമ്പുകൾ വഴിയാണ് ഇതിനെ ഈ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത്, കൺട്രോൾ സിഗ്നൽസ്. അതേപോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിലെ ഡിസിഷൻ എന്താണ് കൺട്രോൾ ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതും ഡിസിഷൻ മേക്കിംഗ് ഒക്കെ ഈ CPU ആണ് ചെയ്യുന്നത്. ഈ കൺട്രോൾ സിഗ്നൽസിനെ ബാക്കി എല്ലാ യൂണിറ്റ്സിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ടാണ് കൺട്രോൾ യൂണിറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കൺട്രോൾ യൂണിറ്റ് ഈസ് ദ സെൻട്രൽ നെർവസ് സിസ്റ്റം ഓഫ് എ കമ്പ്യൂട്ടർ. കൺട്രോൾ യൂണിറ്റ് ഈസ് സിമിലർ ടു ദ central nervous system of a computer. It obtains data and instructions from the central processing unit and makes it available in all the connected devices. അത് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിൽ നിന്നുള്ള ഡാറ്റയെയും ഇൻസ്ട്രക്ഷനെയും ബാക്കി എല്ലാ ഡിവൈസസിലേക്കും എത്തിക്കുക എന്ന് പറയുന്നതാണ് കൺട്രോൾ യൂണിറ്റ് ചെയ്യുന്ന കാര്യം. ഇനി മൂന്നാമത്തേതാണ് രജിസ്റ്റേഴ്സ്. രജിസ്റ്റേഴ്സ് ആർ സ്മോൾ ടെമ്പററി മെമ്മറി ലൊക്കേഷൻസ് ഇൻസൈഡ് ദ CPU. CPU-ൻ്റെ ഉള്ളിലുള്ള ചെറിയ മെമ്മറി ലൊക്കേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണുള്ളത് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. ഒന്നാമത്തെ ഇൻപുട്ട് യൂണിറ്റും അതിൻ്റെ ഫംഗ്ഷൻസും നമ്മൾ പറഞ്ഞു. പിന്നെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ബ്രെയിൻ ഓഫ് കമ്പ്യൂട്ടറാണ്. ബാക്കി എല്ലാ യൂണിറ്റ്സിനെയും കൺട്രോൾ ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതും സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ്. മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു: ALU, CU, രജിസ്റ്റേഴ്സ്. ALU അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് ആണ്. കമ്പ്യൂട്ടറിലെ എല്ലാ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസും ഡിസിഷൻ ലോജിക്കൽ ഓപ്പറേഷൻസും പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ALU ഉപയോഗിക്കുന്നത്. കൺട്രോൾ യൂണിറ്റ് സിമിലർ ടു സെൻട്രൽ നെർവസ് സിസ്റ്റം.
നാഡീവ്യൂഹത്തിനോട് സിമിലർ ആണ് കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത്. കൺട്രോൾ യൂണിറ്റ് ചെയ്യുന്ന കാര്യം എന്താണ്? അത് CPU-വിൽ നിന്നുള്ള കൺട്രോൾ സിഗ്നൽസിനെ ബാക്കി എല്ലാ യൂണിറ്റ്സിലേക്കും എത്തിക്കുന്നത് ഈ കൺട്രോൾ യൂണിറ്റ് ആണ്. ഇനി മൂന്നാമത്തേതാണ് രജിസ്റ്റേഴ്സ്. ചെറിയ മെമ്മറി ലൊക്കേഷൻ, CPU-വിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ചെറിയ ചെറിയ മെമ്മറി ലൊക്കേഷൻസിനെയാണ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇതാണ് മൂന്നാമത്തെ യൂണിറ്റ്. ഇനി നാലാമത്തെ യൂണിറ്റ് ആണ് സ്റ്റോറേജ് യൂണിറ്റ്. സോറി, മൂന്നാമത്തെ യൂണിറ്റ് ആണ് സ്റ്റോറേജ് യൂണിറ്റ്. രണ്ടാമത്തെ യൂണിറ്റ് ആയിരുന്നു സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. നാലാമത്തേതാണ് സ്റ്റോറേജ് യൂണിറ്റ്. മൂന്നാമത്തേതാണ് സ്റ്റോറേജ് യൂണിറ്റ് എന്ന് പറയുന്നത്. സ്റ്റോറേജ് യൂണിറ്റ്. Storage unit is used for storing data and instructions for future use. പിന്നീട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഡാറ്റയും ഇൻസ്ട്രക്ഷൻസിനെയും സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റോറേജ് യൂണിറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫ്യൂച്ചർ യൂസിന് വേണ്ടിയിട്ട് ഡാറ്റയും ഇൻസ്ട്രക്ഷൻസും സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് സ്റ്റോറേജ് യൂണിറ്റിൻ്റെ ആവശ്യകത. സ്റ്റോറേജ് യൂണിറ്റിനെ രണ്ടായിട്ട് തിരിക്കും: പ്രൈമറി സ്റ്റോറേജും സെക്കൻഡറി സ്റ്റോറേജ്. പ്രൈമറി സ്റ്റോറേജ് ആൻഡ് സെക്കൻഡറി സ്റ്റോറേജ്. അതിൽ പ്രൈമറി സ്റ്റോറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റോറേജ് ആണ് പ്രൈമറി സ്റ്റോറേജ് എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി ഡയറക്ട്ലി ആക്സസ്ഡ് ബൈ ദ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിന് ഉപയോഗിക്കാൻ പറ്റുന്ന സ്റ്റോറേജ് ആണ് പ്രൈമറി സ്റ്റോറേജ് എന്ന് പറയുന്നത്. പിന്നെ ഈ പ്രൈമറി സ്റ്റോറേജ് വോളറ്റൈൽ ആണ്. അതിനെ നമുക്ക് സ്ഥിരമായിട്ട് അതിൻ്റെ അകത്തേക്ക് ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല. അത് പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തെ ഡാറ്റ നഷ്ടപ്പെട്ടു പോകും. പിന്നെ അതിൻ്റെ സൈസ് കുറവാണ്. സൈസ് ഈസ് ലെസ്. ഇതാണ് പ്രൈമറി സ്റ്റോറേജിൻ്റെ പ്രത്യേകത. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിന് ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റും. വോളറ്റൈൽ ആണ്. പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തെ ഡാറ്റ നഷ്ടപ്പെട്ടു പോകും. അതിൻ്റെ സൈസ് കുറവാണ്. ഇതിൻ്റെ ലിമിറ്റേഷൻസ് ഓവർകം ചെയ്യാനാണ് സെക്കൻഡറി സ്റ്റോറേജ് ഉള്ളത്. സെക്കൻഡറി സ്റ്റോറേജ് CPU cannot directly access. CPU-നെ നേരിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അത് നോൺ വോളറ്റൈൽ ആണ്. അതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റകളെല്ലാം സ്ഥിരമായിട്ട് അവിടെ തന്നെ ഉണ്ടാവും. നമ്മൾ പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും സ്ഥിരമായിട്ട് അവിടെ തന്നെ ഉണ്ടാവും. ഇതിൻ്റെ സൈസ് ഹ്യൂജ് മെമ്മറിയാണ്. കൂടുതൽ ഡാറ്റ അതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതാണ് പ്രൈമറി മെമ്മറിയും സെക്കൻഡറി മെമ്മറിയും. അപ്പോൾ നമ്മൾ ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടറിലെ മൂന്നാമത്തേതാണ് സ്റ്റോറേജ് യൂണിറ്റ്. സ്റ്റോറേജ് യൂണിറ്റ് ഉപയോഗിക്കുന്നത് ഫ്യൂച്ചർ യൂസ്, പിന്നീട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഡാറ്റയും ഇൻസ്ട്രക്ഷൻസും സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റോറേജ് യൂണിറ്റ് ഉപയോഗിക്കുന്നത്. സ്റ്റോറേജ് യൂണിറ്റിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും: പ്രൈമറി സ്റ്റോറേജും സെക്കൻഡറി സ്റ്റോറേജും. അതിൽ പ്രൈമറി സ്റ്റോറേജ് ആണ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിന് ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോറേജ് എന്ന് പറയുന്നത് പ്രൈമറി സ്റ്റോറേജ് ആണ്. പ്രൈമറി സ്റ്റോറേജ് വോളറ്റൈൽ ആണ്. കറണ്ട് ഓഫ് ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള ഡാറ്റ എല്ലാം നഷ്ടപ്പെട്ടു പോകും. അതേപോലെ അതിൻ്റെ അകത്ത് കുറച്ച് ഡാറ്റ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. സെക്കൻഡറി സ്റ്റോറേജ് ആണെങ്കിലോ CPU-ന് നേരിട്ട് ആക്സസ് ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റ എല്ലാം സ്ഥിരമായിട്ട് അതിൻ്റെ അകത്ത് ഉണ്ടാവും. കൂടാതെ അതിൻ്റെ അകത്ത് കൂടുതൽ കാര്യങ്ങൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഹ്യൂജ് മെമ്മറിയാണ് സെക്കൻഡറി സ്റ്റോറേജിനുള്ളത്. ഇതാണ് മൂന്നാമത്തെ യൂണിറ്റായ സ്റ്റോറേജ് യൂണിറ്റ്. ഇനി നാലാമത്തേതാണ് ഔട്ട്പുട്ട് യൂണിറ്റ്. നാലാമത്തെ യൂണിറ്റ് ആണ് ഔട്ട്പുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻപുട്ട് യൂണിറ്റ് പറഞ്ഞോ, പറയൂ കിരൺ. പ്രൈമറി സെക്കൻഡറിയും പഠിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മൾ എഴുതുമ്പം എന്തെങ്കിലുമൊക്കെ അതിൻ്റെ അകത്ത് ഉണ്ടാവണ്ടേ. നമ്മൾ ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞിട്ട് ഒന്നും പഠിക്കാതെ മുമ്പോട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ നോട്ട്സ് ഒക്കെ എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ എക്സാമിന് നമ്മൾ എഴുതുന്ന സമയത്ത് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പേപ്പറിൽ കാണണം. അല്ലാതെ വെറുതെ നമ്മൾ ഇപ്പം 5 മാർക്കിന് ചോദിക്കാമെന്ന് വിചാരിക്കാം. നമ്മുടെ ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടർ essay ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ 5 മാർക്കിന് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടർ ചോദിച്ചു കഴിഞ്ഞാൽ വെറുതെ 4 യൂണിറ്റ് ഉണ്ട്. സ്റ്റോറേജ് യൂണിറ്റ്, ഡാറ്റ ഇൻസ്ട്രക്ഷനും ഫ്യൂച്ചർ യൂസിന് വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്യുന്നു. ഒരു വരി മാത്രം എഴുതിയിട്ട് നിങ്ങൾക്ക് ബാക്കി എല്ലാ യൂണിറ്റിനെ കുറിച്ച് ഇതേപോലെ ഓരോ വരി എഴുതി പോയിട്ട് നിങ്ങൾക്ക് 5 മാർക്ക് കിട്ടണം എന്ന് പറഞ്ഞാൽ അത് അഹങ്കാരമായി പോവില്ലേ? അപ്പോൾ അതുകൊണ്ട് സ്റ്റോറേജ് യൂണിറ്റ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഞാനിപ്പോൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു പോകുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ കൃത്യമായിട്ടും പഠിച്ചിരിക്കണം. സ്റ്റോറേജ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പ്രൈമറി സ്റ്റോറേജ് ഉണ്ടെന്നും സെക്കൻഡറി സ്റ്റോറേജ് ഉണ്ടെന്നും ഒക്കെ നിങ്ങൾ കൃത്യമായിട്ടും പഠിച്ചിരിക്കണം. പിന്നെ വരുന്നതാണ് ഔട്ട്പുട്ട് യൂണിറ്റ്. ഓക്കെ, ഔട്ട്പുട്ട് യൂണിറ്റ് ഇതാണ് നാലാമത്തെ യൂണിറ്റ്, ഔട്ട്പുട്ട് യൂണിറ്റ്. അപ്പോൾ ഇൻപുട്ട് യൂണിറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഔട്ട്പുട്ട് യൂണിറ്റ്. കമ്പ്യൂട്ടറിൽ നിന്ന് പ്രോസസ്സിങ്ങിന് ശേഷം കിട്ടുന്ന ഇൻഫർമേഷനെ ഔട്ട്സൈഡ് വേൾഡിലേക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റാണ്
ഔട്ട്പുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോസസ്സിങ്ങിന് ശേഷം കമ്പ്യൂട്ടറിൽ നിന്ന് നമ്മൾക്ക് കിട്ടുന്ന ഔട്ട്പുട്ടുകളെ ഔട്ട്സൈഡ് വേൾഡിലേക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഔട്ട്പുട്ട് യൂണിറ്റ് ഉപയോഗിക്കുന്നത്. ഇനി ഔട്ട്പുട്ട് യൂണിറ്റിൽ ഔട്ട്പുട്ട് ഡിവൈസസ്, മോണിറ്റർ, പ്രിന്റർ പോലെയുള്ള ഔട്ട്പുട്ട് ഡിവൈസസ് ആണ് ഉപയോഗിക്കുന്നത്. അതിന് മേജറായിട്ട് ഇൻപുട്ട് യൂണിറ്റിന്റെ ഫംഗ്ഷൻസ് പോലെ തന്നെ ഔട്ട്പുട്ട് യൂണിറ്റിന് 3 ഫംഗ്ഷൻസ് ഉണ്ട്. ഒന്നാമത്തേത് റിസീവ്സ് റിസൾട്ട്സ് ഫ്രം ദ CPU, കൺവേർട്ട് ഇറ്റ് ഇൻ ടു ഹ്യൂമൻ റീഡബിൾ ഫോം, ഡിസ്പ്ലേ ഇറ്റ് ടു ദ ഔട്ട്സൈഡ് വേൾഡ്. നേരെ ഓപ്പോസിറ്റ്, ഇൻപുട്ട് യൂണിറ്റിന്റെ നേരെ ഓപ്പോസിറ്റ്. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിൽ നിന്നും ഇൻഫർമേഷൻ റിസീവ് ചെയ്യാം. ആ റിസീവ് ചെയ്ത് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. അതിനെ ഹ്യൂമൻ റീഡബിൾ ഫോമിലേക്ക് മാറ്റുക, മനുഷ്യന് മനസ്സിലാവുന്ന രീതിയിലേക്ക് മാറ്റുക. ഇതാണ് രണ്ടാമത്തെ കാര്യം. അതിനുശേഷം ഔട്ട്സൈഡ് വേൾഡിലേക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക. ഇതാണ് ഔട്ട്പുട്ട് യൂണിറ്റിന്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പം ഔട്ട്പുട്ട് യൂണിറ്റ് നമ്മുടെ ഓപ്പറേഷൻസ് എല്ലാം ചെയ്ത് കിട്ടുന്ന റിസൾട്ടിനെ ഔട്ട്സൈഡ് വേൾഡിലേക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഔട്ട്പുട്ട് യൂണിറ്റ് ഉപയോഗിക്കുന്നത്. പ്രിന്ററും മോണിറ്ററും പോലെയുള്ള ഔട്ട്പുട്ട് ഡിവൈസസ് ആണ് ഔട്ട്പുട്ട് യൂണിറ്റിൽ ഉപയോഗിക്കുന്നത്. 3 ഫങ്ഷൻസ് ഉണ്ട്. എന്താണ്, ഇൻഫർമേഷൻ CPU യിൽ നിന്നും അക്സെപ്റ്റ് ചെയ്തതിനെ ഹ്യൂമൻ റീഡബിൾ ഫോമിലേക്ക് മാറ്റുക, അത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക. ഇത്രയാണ് ഔട്ട്പുട്ട് യൂണിറ്റിന്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആണ്. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്പ്യൂട്ടർ. അപ്പൊ ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നതിൻ്റെ അകത്ത് നമ്മൾ ആദ്യം കമ്പ്യൂട്ടറിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. വാട്ട് ഈസ് കമ്പ്യൂട്ടർ എന്നുള്ളതിന് നമ്മളൊരു ഡെഫിനിഷൻ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ്: കമ്പ്യൂട്ടർ ഈസ് ഡിഫൈൻഡ് ആസ് ആൻ ഇലക്ട്രോണിക് മെഷീൻ ടു അക്സെപ്റ്റ് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ, പെർഫോം അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് ഓൺ ഡാറ്റ ആൻഡ് ഡിസ്പ്ലേ ദ റിസൾട്ട്. 3 കാര്യങ്ങൾ. ഡാറ്റയും ഇൻസ്ട്രക്ഷൻസും സ്വീകരിച്ച് അതിൽ പ്രോസസ്സിങ് നടത്തി ഔട്ട്സൈഡ് വേൾഡിലേക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്ന ഒരു ഇലക്ട്രോണിക് മെഷീനാണ് കമ്പ്യൂട്ടർ. ആ ഡെഫിനിഷൻ നിങ്ങൾ പഠിച്ചിരിക്കണം. കമ്പ്യൂട്ടറിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ളത്. കമ്പ്യൂട്ടർ ഈസ് ആൻ ഇലക്ട്രോണിക് മെഷീൻ ദാറ്റ് അക്സെപ്റ്റ് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് പ്രോസസ് ഇറ്റ് ആൻഡ് ഡിസ്പ്ലേ ദ റിസൾട്ട് ടു ദ ഔട്ട്സൈഡ് വേൾഡ്. ഡാറ്റയും ഇൻസ്ട്രക്ഷനും സ്വീകരിച്ച് അതിനെ പ്രോസസ്സ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് പുറത്തുള്ള ആൾക്കാർക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. പിന്നെ കമ്പ്യൂട്ടറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നുണ്ട്. ക്യാരക്ടറിസ്റ്റിക്സിൽ ഗിഗോ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ് നമ്മൾ പഠിക്കുന്നത്. ഗിഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാർബേജ് ഇൻ ഗാർബേജ് ഔട്ട്. ഗാർബേജ് ഇൻ ഗാർബേജ് ഔട്ട്. ഗാർബേജ് ഇൻ ഗാർബേജ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് ദ ഇൻപുട്ട്, ഗാർബേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റിനെയാണ് ഗാർബേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വേസ്റ്റ് ആയിട്ടുള്ള ഇൻപുട്ടാണ് കൊടുക്കുന്നതെങ്കിൽ, അതായത് തെറ്റായിട്ടുള്ള ഇൻപുട്ടാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന ഔട്ട്പുട്ടും എന്ത് തന്നെയായിരിക്കും? തെറ്റായിരിക്കും. കമ്പ്യൂട്ടറിന് ചിന്തിച്ച് മനസ്സിലാക്കി ഇത് തെറ്റാണെന്ന് കണ്ടുപിടിക്കാനുള്ള കഴിവില്ല. നമ്മൾ തെറ്റായിട്ടുള്ള ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ തെറ്റായിട്ടുള്ള ഔട്ട്പുട്ടേ കിട്ടുള്ളൂ. ആൻഡ് ദാറ്റ് ഈസ് നോൺ ആസ് ഗിഗോ. Garbage in, garbage out. If the input given is wrong, then the output will also be wrong. അതിനെയാണ് നമ്മൾ garbage in, garbage out എന്ന് പറയുന്നത്. പിന്നെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ആണ്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അഡ്വാൻറ്റേജസ് 5 എണ്ണമാണുള്ളത്. സ്പീഡ്, ആക്യുറസി, ഡിലിജൻസ്, വേഴ്സറ്റാലിറ്റി, ഹ്യൂജ് മെമ്മറി. നിങ്ങൾ നോട്ട് എടുത്ത് വെച്ചോണേ. അതിൻ്റെ അകത്ത് ഒന്നാമത്തേതാണ് സ്പീഡ്. നമ്മൾ ആൾക്കാർ ഇപ്പോൾ നമ്മൾ ഒരു 4 അക്ക സംഖ്യ 1234 പ്ലസ് 3432 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ആലോചിച്ചിരിക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതേസമയം കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ്സ്, കമ്പ്യൂട്ടർ അല്ലെങ്കിൽ കാൽക്കുലേറ്റർ ആണെങ്കിൽ വിത്തിൻ സെക്കൻഡ്സ് നമുക്കതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നു. ദാറ്റ് ഈസ് നോൺ ആസ് സ്പീഡ്. മില്യൺസ് ഓഫ് ഓപ്പറേഷൻസ് സെക്കൻഡ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം. ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ കംപ്ലീറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി കമ്പ്യൂട്ടറിനുണ്ട്. അതാണ് സ്പീഡ്. ഇനി രണ്ടാമത്തേതാണ് ആക്യുറസി. ദ ഔട്ട്പുട്ട് ഫ്രം ദ കമ്പ്യൂട്ടർ വിൽ ബി റൈറ്റ് ഇഫ് ദ ഇൻപുട്ട് ഈസ് റൈറ്റ്. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് റൈറ്റ് ആണെങ്കിൽ കിട്ടുന്ന ഔട്ട്പുട്ടും റൈറ്റ് ആയിരിക്കും. നമ്മൾ ആക്യുറസി, അതായത് എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കും. ഇൻപുട്ട് പെർഫെക്റ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഔട്ട്പുട്ട് എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കും. ദാറ്റ് ഈസ് നോൺ ആസ് ആക്യുറസി. അതായത് കാൽക്കുലേഷൻ മിസ്റ്റേക്സ്, ഹ്യൂമൻസ് ചെയ്യുമ്പോൾ വരുന്ന രീതിയിലുള്ള കാൽക്കുലേഷൻ മിസ്റ്റേക്സ് ഒന്നും ഒരിക്കലും കമ്പ്യൂട്ടറിന് വരില്ല. ദാറ്റ് ഈസ് ആക്യുറസി. മൂന്നാമത്തേത് ഡിലിജൻസ്. നിങ്ങൾക്ക് ഞാൻ 2 മണിക്കൂർ ഇതേ രീതിയിൽ ഇങ്ങനെ ക്ലാസ് എടുത്ത് പോവുകയാണെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള
പകുതി മുക്കാൽ പേരും എന്തായിട്ടുണ്ടാവും, ഉറങ്ങി വീണിട്ടുണ്ടാവും. പക്ഷേ അതേസമയം കമ്പ്യൂട്ടറിനാണ് ഞാൻ ഈ ക്ലാസ് എടുത്തു കൊടുക്കുന്നതെങ്കിൽ എത്ര സമയം, ഒരു ദിവസം മുഴുവൻ ഒരേപോലെ ഇരുന്ന് എടുത്താലും കമ്പ്യൂട്ടറിന് ഒരു കുഴപ്പമില്ലാതെ ഇരിക്കും. ദാറ്റ് ഈസ് ഡിലിജൻസ്. കമ്പ്യൂട്ടർ ഡസ് നോട്ട് ഗെറ്റ് ടയേർഡ്. ഇപ്പം ഞാനിങ്ങനെ ക്ലാസ് എടുക്കുകയാണെങ്കിൽ 2 മണിക്കൂർ കണ്ടിന്യൂസ് ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ഞാനിവിടെ കുഴഞ്ഞു വീഴും. അതേസമയം കമ്പ്യൂട്ടറാണ് ക്ലാസ് എടുക്കുന്നതെങ്കിൽ എത്ര മണിക്കൂർ വേണമെങ്കിലും കമ്പ്യൂട്ടറിന് നിരന്തരമായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. ദാറ്റ് ഈസ് നോൺ ആസ് ഡിലിജൻസ്. കമ്പ്യൂട്ടറിന് എന്താണ്, ടയേർഡ്നെസ് ഇല്ലാതെ തന്നെ, മടുക്കാതെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കമ്പ്യൂട്ടർ ഡസ് നോട്ട് ഗെറ്റ് ടയേർഡ്. മടുക്കാതെ എല്ലാ കാര്യങ്ങളും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും എന്നുള്ളതിനെയാണ് നമ്മൾ ഡിലിജൻസ് എന്ന് പറയുന്നത്. പിന്നെ വേഴ്സറ്റാലിറ്റി. ഇറ്റ് ക്യാൻ പെർഫോം ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ടാസ്ക്. പല തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ കമ്പ്യൂട്ടറിന് പറ്റും. പാട്ട് കേൾക്കാൻ കമ്പ്യൂട്ടർ ഉപയോഗിക്കാം, ഗെയിം കളിക്കാൻ കമ്പ്യൂട്ടർ ഉപയോഗിക്കാം, സിനിമ കാണാൻ കമ്പ്യൂട്ടർ ഉപയോഗിക്കാം, പ്രോഗ്രാം ചെയ്യാൻ കമ്പ്യൂട്ടർ ഉപയോഗിക്കാം, പഠിക്കാൻ കമ്പ്യൂട്ടർ ഉപയോഗിക്കാം, ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ കമ്പ്യൂട്ടർ ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെ പല 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 തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കമ്പ്യൂട്ടറിന് ഉപയോഗിക്കാൻ പറ്റും. ദാറ്റ് ഇസ് നോൺ ആസ് വേഴ്സറ്റാലിറ്റി. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ടാസ്ക്സ്. പല തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കമ്പ്യൂട്ടറിന് ഉപയോഗിക്കാൻ പറ്റും. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഹ്യൂജ് മെമ്മറി. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സിനിമകൾ, ഒരുപാട് പാട്ടുകൾ, ഒരുപാട് ഇമേജസ്, ഒരുപാട് നോട്ട്സ്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. ദാറ്റ് ഈസ് നോൺ ആസ് ഹ്യൂജ് മെമ്മറി. അപ്പോൾ 5 അഡ്വാൻറ്റേജസ് ആണുള്ളത്. സ്പീഡ്, ആക്യുറസി, ഡിലിജൻസ്, വേഴ്സറ്റാലിറ്റി ആൻഡ് ഹ്യൂജ് മെമ്മറി. ഇത്രയാണ് കമ്പ്യൂട്ടറിൻ്റെ അഡ്വാൻറ്റേജസ്. ഡിസഡ്വാൻറ്റേജസ് 2 ആണുള്ളത്. ലാക്ക് ഓഫ് IQ, ലാക്ക് ഓഫ് ഡിസിഷൻ മേക്കിംഗ് പവർ. ലാക്ക് ഓഫ് IQ എന്താണെന്ന് നിങ്ങൾക്കറിയാം. ചിന്തിച്ച് കാര്യങ്ങൾക്കൊരു ലാക്ക് ഓഫ് IQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിയില്ല. കമ്പ്യൂട്ടറിന് എന്താണ്, സ്വയമേ ബുദ്ധിയില്ല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ ഉണ്ടാക്കുമെങ്കിൽ പോലും അത് ആർട്ടിഫിഷ്യലാണ്, ഹ്യൂമൻസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്, അല്ലാതെ സ്വയമേ അതിന് ബുദ്ധിയില്ല. എന്താണ്, ആൾക്കാർ ചെയ്യുന്ന പോലെ എന്താണ് ചിന്തിക്കാനോ അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കേപ്പബിലിറ്റി കമ്പ്യൂട്ടറിനില്ല. രണ്ടാമത്തേത് ലാക്ക് ഓഫ് ഡിസിഷൻ മേക്കിംഗ് പവർ. ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടറിന് സ്വന്തമായിട്ട് പറ്റുകയില്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ അതിനനുസരിച്ച് ചെയ്യാമെന്നല്ലാതെ ചിന്തിച്ചൊരു തീരുമാനം എടുക്കാൻ കമ്പ്യൂട്ടറിന് അറിയില്ല. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ തെറ്റായിട്ടുള്ള ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് തെറ്റാണെന്നുള്ള മനസ്സിലാക്കാനുള്ള ബുദ്ധി കമ്പ്യൂട്ടറിനില്ല. കമ്പ്യൂട്ടറിന് എന്താണ്, നമ്മൾ ശരിയായിട്ടുള്ള ഇൻപുട്ട് കൊടുത്താൽ ശരിയായിട്ടുള്ള ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും, തെറ്റായിട്ടുള്ള ഇൻപുട്ട് കൊടുത്താൽ തെറ്റായിട്ടുള്ള ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും. കമ്പ്യൂട്ടറിന് ഒരിക്കലും ചിന്തിച്ചത് തെറ്റാണെന്ന് മനസ്സിലാക്കാനുള്ള കേപ്പബിലിറ്റി ഇല്ല. അതിനെയാണ് ലാക്ക് ഓഫ് IQ. അതേപോലെ തന്നെ ഒരു തീരുമാനം എടുക്കാനും പറ്റില്ല, നമ്മൾ പറയുന്ന അനുസരിച്ച് പ്രവർത്തിക്കാനേ പറ്റുള്ളൂ. ദാറ്റ് ഇസ് നോൺ ആസ് ലാക്ക് ഓഫ് ഡിസിഷൻ മേക്കിംഗ് പവർ. ഇത് രണ്ടുമാണ് കമ്പ്യൂട്ടറിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. ഇനി ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന സെക്ഷനിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. നമ്പർ സിസ്റ്റം. അപ്പൊ നമ്പർ സിസ്റ്റം പഠിക്കുന്ന സമയത്ത് ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ, നമ്പർ സിസ്റ്റം കൺവേർഷൻസ് മാത്രമേ ഫോക്കസ് ഏരിയയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളെങ്കിൽ പോലും ബേസിക് ആയിട്ട് നമ്പർ സിസ്റ്റത്തെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്നാമത്തെ കാര്യം, നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് ഓഫ് എ നമ്പർ സിസ്റ്റം ഓർ റാഡിക്സ് ഓഫ് എ നമ്പർ സിസ്റ്റം. ഒരു നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് അല്ലെങ്കിൽ റാഡിക്സ് എന്ന് പറയുന്നത് ആ നമ്പർ സിസ്റ്റത്തിൽ എത്ര സിംബൽസ് ഉണ്ട് എന്നുള്ളതിനെയാണ് അതിൻ്റെ ബേസ് അല്ലെങ്കിൽ റാഡിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെസിമൽ നമ്പർ സിസ്റ്റം ആണെങ്കിൽ 0 മുതൽ 9 വരെയുള്ള 10 ഡിജിറ്റ്സ് ആണ് അതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ അതിൻ്റെ ബേസ് 10. ബൈനറി ആണെങ്കിൽ 0യും 1ഉം മാത്രമേ ഉള്ളൂ, 2 സിംബൽസേ ഉള്ളൂ, അതിൻ്റെ ബേസ് 2. ഒക്ടൽ ആണെങ്കിൽ 8 സിംബൽസ് ഉണ്ട്, അതിന്റെ ബേസ് 8. ഹെക്സാഡെസിമൽ ആണെങ്കിൽ അതിൻ്റെ അകത്ത് 16 സിംബൽസ് ഉണ്ട്, അതിന്റെ ബേസ് 16. അപ്പോൾ ബേസ് അല്ലെങ്കിൽ റാഡിക്സ് എന്താണെന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ടും അറിഞ്ഞിരിക്കണം. അപ്പോൾ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് സിംബൽസ് ഇൻ ദ നമ്പർ സിസ്റ്റം. ആ നമ്പർ സിസ്റ്റത്തിൽ എത്ര സിംബൽസ് ഉണ്ട് എന്നുള്ളതിനെയാണ് അതിന്റെ ബേസ് എന്ന് പറയുന്നത്. 0 മുതൽ 9 വരെ ഉണ്ടെങ്കിൽ 10 സിംബൽസ് ആണ്. 0 1 2 3 4 5 6 7 8 9 10 സിംബൽസ്. അപ്പോൾ ഡെസിമലിന്റെ ബേസ് എന്ന് പറയുന്നത് 10. 0 1 മാത്രമേ ബൈനറിയിലുള്ളൂ, 2 സിംബൽസ്, അതുകൊണ്ട് അതിന്റെ ബേസ് 2. അപ്പോൾ ഈ രീതിയിലാണ് ബേസ് അല്ലെങ്കിൽ റാഡിക്സ് കണ്ടുപിടിക്കണം. പിന്നെ 4 തരത്തിലുള്ള നമ്പർ സിസ്റ്റംസ് ആണുള്ളത്, അതും നിങ്ങൾ ഓർത്തിരിക്കണം. ഡെസിമൽ നമ്പർ സിസ്റ്റം, ബൈനറി നമ്പർ സിസ്റ്റം, ഓക്ടൽ നമ്പർ സിസ്റ്റം, ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. 4 രീതിയിലുള്ള നമ്പർ സിസ്റ്റംസ് ആണ്. അതിൽ ബൈനറി നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് 2 സിംബൽസ് മാത്രമേ ഉള്ളൂ, 0യും 1ഉം. അതിൻ്റെ ബേസ് 2 ആണ്. ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 മുതൽ 9 വരെയുള്ള 10 സിംബൽസ് അടങ്ങുന്ന ഒരു നമ്പർ സിസ്റ്റമാണ് ഡെസിമൽ നമ്പർ സിസ്റ്റം. അതിൻ്റെ ബേസ് 10 ആണ്. ഒക്ടൽ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 മുതൽ 7 വരെയുള്ള 8 ഡിജിറ്റ്സിനെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന നമ്പർ സിസ്റ്റമാണ് ഒക്ടൽ നമ്പർ സിസ്റ്റം. അതിൻ്റെ ബേസ് 8 ആണ്.
0 മുതൽ 9 വരെയുള്ള ഡിജിറ്റ്സും എ മുതൽ എഫ് വരെയുള്ള ആൽഫബറ്റ്സും ഉപയോഗിക്കുന്ന നമ്പർ സിസ്റ്റമാണ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. അതിൻ്റെ ബേസ് 16 അപ്പോൾ ബേസിക് ആയിട്ട് നമ്പർ സിസ്റ്റം കൺവേർഷൻ പഠിക്കുന്നതിന് മുൻപ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കണം നിർബന്ധമായിട്ടും. അപ്പോൾ ബേസ് എന്താണ്, റാഡിക്സ് എന്താണ്, നമ്പർ ഓഫ് സിമ്പിൾസ്. ഓരോ നമ്പർ സിസ്റ്റത്തിലെ നമ്പർ ഓഫ് സിമ്പിൾസിനെ ബേസ് അല്ലെങ്കിൽ റാഡിക്സ് എന്ന് പറയും. 4 രീതിയിലുള്ള നമ്പർ സിസ്റ്റംസ്: ഡെസിമൽ, ഒക്ടൽ, ബൈനറി, ഹെക്സാഡെസിമൽ. ഡെസിമൽ ആണെങ്കിൽ 10 സിമ്പിൾസ് 0 to 9, ബേസ് 10. ബൈനറി ആണെങ്കിൽ 2 സിമ്പിൾസ് 0യും 1ഉം, ബേസ് 2. ഒക്ടൽ ആണെങ്കിൽ 0 മുതൽ 7 വരെയുള്ള 8 ഡിജിറ്റ്സ്, ബേസ് 8. ഹെക്സാഡെസിമൽ ആണെങ്കിൽ 0 മുതൽ 9 വരെയും എ മുതൽ എഫ് വരെയുള്ള സിമ്പിൾസ്, ബേസ് 16. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം മാത്രം നമ്പർ സിസ്റ്റം കൺവേർഷൻസ് പഠിക്കാൻ തുടങ്ങുക. ഇന്ന് 3 കൺവേർഷൻസ് ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് പഠിക്കാൻ വേണ്ടിയിട്ട്. 3 കൺവേർഷൻസും പെട്ടെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിൻ്റെ അകത്ത് ഡെസിമലിനെ ബാക്കി 3 എണ്ണത്തിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഡെസിമൽ ടു ബൈനറി, ഡെസിമൽ ടു ഒക്ടൽ, ഡെസിമൽ ടു ഹെക്സാഡെസിമൽ. ഇതിൻ്റെ 3ന്റെയും മെത്തേഡ് സെയിം ആണ്, കണ്ടിന്യൂസ് ഡിവിഷൻ ബൈ ദ ബേസ്. ഈ 3 എണ്ണത്തിൻ്റെയും മെത്തേഡിന്റെ പേര് കണ്ടിന്യൂസ് ഡിവിഷൻ ബൈ ബേസ്. ഇതാണ് മെത്തേഡ്, കണ്ടിന്യൂസ് ഡിവിഷൻ ബൈ ബേസ്. എങ്ങോട്ടാണോ കൺവേർട്ട് ചെയ്യേണ്ടത് ആ കൺവേർട്ട് ചെയ്യേണ്ട നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് വെച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്ത് പോവുക. അപ്പൊ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ കേസ് നമുക്കറിയാം. ഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് എന്ന് പറയുന്നത് 10 ആണ്. ഒരു നമ്പർ എഴുതിയിട്ട് അതിനെ ബ്രാക്കറ്റിലിട്ട് അതിന്റെ അടിയിലാണ് ബേസ് എഴുതുക. അപ്പൊ നമ്പർ ഇടുന്നു, ആ നമ്പറിന്റെ അടിയിൽ 10 എന്ന് എഴുതി കഴിഞ്ഞാൽ ഇതാണ് ഒരു നമ്പർ സിസ്റ്റം. അതിന്റെ ബേസ് അതിന്റെ താഴെയാണ്. അപ്പൊ നമ്മള് 8 ബേസ് 16 എന്ന് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ 16 ആണ് ബേസ്. 8 എന്ന് പറയുന്ന ഒരു ഹെക്സാഡെസിമൽ നമ്പർ ആണ്. ഇനി നമ്മള് 71 ബേസ് 8, അതായത് ബ്രാക്കറ്റിലിട്ടിട്ട് ആ ബ്രാക്കറ്റിന്റെ താഴെ ബേസ് എഴുതുന്നു. 71 ബേസ് 8 എന്നിട്ട് കഴിഞ്ഞാൽ ഇതെന്ത് ടൈപ്പ് നമ്പർ ആണ്, ഒക്ടൽ നമ്പർ ആണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ബ്രാക്കറ്റ് ഇട്ടിട്ട് അതിന്റെ താഴെയാണ് നമ്മൾ ബേസ് കൊടുക്കുക. ഇനി ഇതിന്റെ അകത്ത് തന്നെ നമ്മൾ വാലിഡും ഇൻവാലിഡും ഒക്കെ കണ്ടുപിടിക്കണം. 86 ടു ദ ബേസ് 8 ഇത് ഇൻവാലിഡ് നമ്പർ ആണ്. കാരണം എന്താണ്, ഈ 8 ഇത് ഒക്ടൽ നമ്പർ സിസ്റ്റം ആണ് ഉപയോഗിക്കുന്നത്. ബേസ് 8 ആയതുകൊണ്ട് ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൽ 8 എന്ന് പറയുന്ന ഡിജിറ്റ് ഇല്ല. അപ്പൊ ഇത് ഇൻവാലിഡ് ആണ്. അപ്പൊ എങ്ങനെയാണ് വാലിഡ് ഇൻവാലിഡ് എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇനി 101 ടു ദ ബേസ് 10 ഇസ് ഈക്വൽ ടു ഡാഷ് ടു ദ ബേസ് 2. ഇങ്ങനെ പറയുകയാണെങ്കിൽ ബേസ് 10 എന്ന് പറയുന്ന ഡെസിമൽ, ബേസ് 2 എന്ന് പറയുന്നത് ബൈനറി. അപ്പൊ ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ ആണ് നമ്മൾ നടത്തേണ്ടത്. അപ്പൊ നമ്മൾക്കറിയാം കണ്ടിന്യൂസ് ഡിവിഷൻ ബൈ ബേസ്. എങ്ങോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത്, ബേസ് 2ലേക്ക്. അപ്പൊ 101നെ കണ്ടിന്യൂസ് ഡിവിഷൻ ബൈ 2 ചെയ്യുന്നു. ആദ്യം 101നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 50 കിട്ടും, റിമൈൻഡർ 1. അപ്പൊ ഈ ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന റിമൈൻഡർ ആണ് ഈ സൈഡിൽ എഴുതേണ്ടത്. വീണ്ടും 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 25 കിട്ടും, റിമൈൻഡർ 0. വീണ്ടും 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 12 കിട്ടും, റിമൈൻഡർ 1. വീണ്ടും 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 കിട്ടും, റിമൈൻഡർ 0. വീണ്ടും 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 കിട്ടും, റിമൈൻഡർ 0. വീണ്ടും 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടും, റിമൈൻഡർ 0. ഇനി ഇതിനെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് എഴുതും. ഇവിടെ മുതലാണ് എഴുതേണ്ടത് 1 0 0 0 1 0 1 ടു ദ ബേസ് 2. ഇതാണ് കിട്ടേണ്ട ബൈനറി നമ്പർ. അതായത് ഈ 101 ടു ദ ബേസ് 10നെ നമ്മൾ കൺവേർട്ട് ചെയ്ത് കിട്ടിയിരിക്കുന്നതാണ് 1000 ടു ദ ബേസ് 2. അപ്പൊ ഡിവിഷൻ നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ 101നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 101 ഡിവൈഡഡ് ബൈ 2 ഇതാണ് ചെയ്തത്. 10ൽ 2 എത്ര പ്രാവശ്യം ഉണ്ട്, 5 പ്രാവശ്യം. 5 × 2 10 0. ഈ 1നെ ഇങ്ങോട്ട് ഇറക്കി എഴുതി. 1ൽ 2 എത്ര പ്രാവശ്യം ഉണ്ട്, 0 ടൈംസ് ആണുള്ളത്. അപ്പൊ 0 × 2 0, റിമൈൻഡർ 1. ഇവിടെ ഈ താഴെ കിട്ടുന്ന റിമൈൻഡറിനെ ഹരിച്ച് കിട്ടുന്ന ശിഷ്ടത്തിനെയാണ് നമ്മൾ റിമൈൻഡർ എന്ന് പറയുന്നത്. ഈ കിട്ടിയ വാല്യൂ, അതായത് നമുക്ക് ഉത്തരമായിട്ട് കിട്ടിയത്, ഹരിച്ച് നമ്മൾക്ക് കിട്ടിയ ഉത്തരം ഇതിന്റെ തൊട്ട് താഴെയും ഒരു ഹൈഫൺ ഇട്ടതിന് ശേഷം കിട്ടിയ റിമൈൻഡർ ശിഷ്ടം എന്താണോ അതും ആണ് നമ്മൾ ഇവിടെ എഴുതുന്നത്. പിന്നെ നമ്മൾ 50നെ, ഇപ്പൊ 50 കിട്ടി, വീണ്ടും ഇതിനെ 2 വെച്ച് ഹരിക്കുകയാണ്. 2 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ 50/2. 5 2 പ്രാവശ്യം, 2 × 2 4. ഈ 5ൽ നിന്ന് 4 പോയിട്ട് 1. പിന്നെ ഈ 0 ഇറക്കി എഴുതി 10. 10ൽ 2 5 പ്രാവശ്യം, 5 × 2 10, റിമൈൻഡർ
0. അപ്പോൾ ഇവിടെ നോക്കിയാൽ കിട്ടിയ ഉത്തരമാണ് 25. 25നെ ഇവിടെ എഴുതി. ഇവിടെ ശിഷ്ടം അല്ലെങ്കിൽ റിമൈൻഡർ എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണ്. ഹൈഫൻ ഇട്ടിട്ട് ആ റിമൈൻഡർ എഴുതി. അങ്ങനെയാണ് ഓരോ ഡിവിഷനും ചെയ്ത്. 25നെ 2 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ 12 എന്ന ഉത്തരം കിട്ടി. അതിന്റെ റിമൈൻഡർ ആയ 1നെ ഇവിടെ ഹൈഫൺ ഇട്ട് എഴുതി. അങ്ങനെ എഴുതി പോയി എവിടെ വരെ ചെയ്യണം? ഇവിടെ ഏറ്റവും അവസാനം 1 കിട്ടുന്നവരെ ചെയ്തു. അതിനുശേഷം ഈ 1 മുതലുള്ള കാര്യങ്ങളെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മൾ എഴുതുകയാണ് ചെയ്യുന്നത്. ഈ 1 മുതലുള്ളതിനെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് എഴുതി നമ്മൾക്ക് കിട്ടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? തിരിച്ചെഴുതണം. ഈ 1 മുതൽ നേരെ മേലോട്ട് തിരിച്ചെഴുതുന്നതാണ് ബൈനറി ഇക്വാലന്റ്. റിമൈൻഡറുകളെ ഗ്രൂപ്പ് ചെയ്തെടുക്കുന്നതാണ് ഇതിന്റെ ബൈനറി ഇക്വാലന്റ് എന്ന് പറയുന്നത്. ഇതാണ് ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ, കണ്ടിന്യൂസ് ഡിവിഷൻ ബൈ 2. ഇനി അടുത്ത കൺവേർഷൻ എന്താണ്? ഡെസിമൽ ടു ഒക്ടൽ. അതായത് ബേസ് 10നെ ബേസ് 8ലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇതേ രീതിയിൽ തന്നെ ഇവിടെ 2 വെച്ച് ഡിവൈഡ് ചെയ്തതിന് പകരം നമ്മൾ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യേണ്ടി വരും? നമ്മൾ ഡെസിമൽ ടു ബൈനറി കൺവേർഷനിൽ നമ്മൾ ഡെസിമൽ നമ്പറിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്തു ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഒക്ടലിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യണമായിരുന്നു? ബൈനറി 8 വെച്ച് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 101നെ നമ്മൾ 8 വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത് ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നേരത്തെ പോലെ 101 ഡിവൈഡഡ് ബൈ 8 ചെയ്യുക. 10ൽ 8 ഒരു പ്രാവശ്യം, 8 റിമൈൻഡർ 2. ഈ 2നെ ഈ 1നെ ഇങ്ങോട്ട് ഇറക്കി എഴുതി 21. 21ൽ 8 എത്ര പ്രാവശ്യമുണ്ട്? 2 പ്രാവശ്യമുണ്ട്. 2 8 16. അപ്പോൾ 21ൽ നിന്നും ഡിവിഷൻ ഒന്നും ഞാൻ പഠിപ്പിക്കില്ല, ഡിവിഷനൊക്കെ നിങ്ങൾ പഠിച്ചോണം നിങ്ങൾ. അപ്പോൾ 21നെ 21ൽ നിന്ന് 16 കുറച്ച് കഴിഞ്ഞാൽ 5. അപ്പോൾ കിട്ടിയിരിക്കുന്ന റിമൈൻഡർ എത്രയാണ്? 5. ഉത്തരം 12, റിമൈൻഡർ 5. അപ്പോൾ ഉത്തരം ഇവിടെ എഴുതി, റിമൈൻഡർ എന്ന് പറയുന്ന 5നെ ഇങ്ങോട്ട് മാറ്റി എഴുതി. അപ്പോൾ റിമൈൻഡർ ഉത്തരവും എഴുതി, റിമൈൻഡറും എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും ഇതിനെ 8 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. 8 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 12നെ 8 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ 12ൽ ഒരു പ്രാവശ്യമാണ് 8 ഉള്ളത്. 8 റിമൈൻഡർ 4. ആ കിട്ടിയ 4നെ ഇങ്ങോട്ട് ഇറക്കി എഴുതി. അതിന്റെ 4 അല്ല, ഉത്തരമാണ് ഇവിടെ എഴുതേണ്ടത്. ഉത്തരം എത്രയാണ്? 1 എന്നാണ് നമ്മൾക്ക് ഉത്തരം കിട്ടിയിരിക്കുന്നത്. ആ 1നെ ഇവിടെ എഴുതി, ഹൈഫൻ ഇട്ടിട്ട് 4നെ ഇവിടെ എഴുതി. അപ്പൊ ഈ കിട്ടിയ റിമൈൻഡർ ആണ് അപ്പുറത്ത് എഴുതിയിരിക്കുന്നത്. വീണ്ടും 1നെ നമ്മൾ 8 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 1നെ 8 വെച്ച് ഡിവൈഡ് ചെയ്യാൻ ചെയ്താലും 0 ആണ് നമ്മൾക്ക് കിട്ടുക. 0 പ്രാവശ്യമേ ഉള്ളൂ. റിമൈൻഡർ 1. ഈ 1 തന്നെയാണ് അതിന്റെ റിമൈൻഡർ ആയിട്ട് വരിക. ഇനി ഇതിനെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിച്ചെഴുതി കഴിഞ്ഞാൽ 1 4 5 ടു ദ ബേസ് 8. ഇതാണ് നമ്മളുടെ ഒക്ടൽ ഇക്വാലന്റ് എന്ന് പറയുന്നത്. അതായത് തന്നിരിക്കുന്ന നമ്പറിനെ 8 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. കിട്ടിയ ഉത്തരം താഴെ എഴുതുന്നു. അതിന്റെ റിമൈൻഡർ അല്ലെങ്കിൽ സിസ്റ്റം ഒരു ഹൈഫൺ ഇട്ട് ഇപ്പുറത്തെ സൈഡിൽ എഴുതുന്നു. അങ്ങനെ ചെയ്ത് 0 എത്തുന്നത് വരെയും ആ പ്രോസസ്സ് ചെയ്യുക. അതിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ 8ൽ താഴെയുള്ള ഏത് നമ്പർ കിട്ടിയാലും നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യാം. 8ൽ താഴെയുള്ള ഒരു നമ്പറാണ് ഇവിടെ കിട്ടുന്നതെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അപ്പൊ 7 കിട്ടുന്നതെങ്കിൽ 8ൽ താഴെയുള്ള ഏത് നമ്പർ ആണെങ്കിലും സ്റ്റോപ്പ് ചെയ്യാം. അതിനെ നമ്മൾ ഇങ്ങനെ റിവേഴ്സ് ഓർഡറിൽ ഇങ്ങോട്ട് എഴുതാം. 1 4 5 1 4 5. ഇതാണ് നമ്മുടെ ഒക്ടൽ ഇക്വാലന്റ്. ഒരെണ്ണം കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. നമുക്ക് 765 to the base 10 is equal to dash to the base 8. 765നെ നമ്മൾക്ക് ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യാനാണെങ്കിൽ 765 ഡിവൈഡഡ് ബൈ 8. 76ൽ 9 പ്രാവശ്യമാണ് ഉള്ളത്. ഇപ്പൊ നമ്മൾ 765 ഡിവൈഡഡ് ബൈ 8 ആണ് ചെയ്യേണ്ടത്. 76ൽ 9 പ്രാവശ്യം, 9 ഇൻറ്റു 8 72, 4. 76 72 പോയാൽ 4. ഈ 5നെ ഇറക്കി എഴുതി 45. അപ്പൊ 45ൽ 8 5 പ്രാവശ്യമാണുള്ളത്. 5 8 40, റിമൈൻഡർ 5. അപ്പൊ ഇവിടെ നോക്കുക, നമുക്ക് കിട്ടിയിരിക്കുന്ന ഉത്തരം എന്ന് പറയുന്നത് എത്രയാണ്? 95 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്ന റിസൾട്ട്. അതിന്റെ എത്രയാണ്? റിമൈൻഡർ എന്ന് പറയുന്നത് 5. ഹൈഫൻ ഇട്ടിട്ട് അതിന്റെ റിമൈൻഡറിനെ എഴുതി. അപ്പൊ നമുക്ക് 95 5 എന്ന് കിട്ടി. അപ്പൊ ഈ 95നെ വീണ്ടും നമ്മൾ 8 വെച്ച് ഡിവൈഡ് ചെയ്യണം. 95 ഡിവൈഡഡ് ബൈ 8. 9ൽ 8 ഒരു പ്രാവശ്യം, 8 ഇങ്ങോട്ട് 1, 9 മൈനസ് 8 1. 5നെ ഇറക്കി എഴുതി. 15ൽ 8 ഒരു പ്രാവശ്യം, 8 ഇൻറ്റു 1 8. ഇതിനെ മൈനസ് ചെയ്ത് കഴിയുമ്പം 7. അപ്പൊ ഇവിടെ നോക്കുക, ഉത്തരം എത്രയാണ് കിട്ടിയത്? 11 ഉത്തരം കിട്ടിയത്. റിമൈൻഡർ കിട്ടിയത് 7. വീണ്ടും ഇതിനെ 8 വെച്ച് ഡിവൈഡ് ചെയ്യും. 11ൽ 8 ഒരു പ്രാവശ്യം, റിമൈൻഡർ 3. അപ്പൊ ഇവിടെ നോക്കുക,
ഈ 1, അതായത് 8ൽ താഴെയുള്ള ഏത് നമ്പർ കിട്ടിയാലും ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നു. ഇവിടുന്ന് നേരെ തിരിച്ച് ഇതിനെ ഗ്രൂപ്പ് ചെയ്യുന്നു. 1 3 7 5 ടു ദ ബേസ് 8. അപ്പം 765 ടു ദ ബേസ് 10 എന്ന് പറയുന്നത് 1375 ടു ദ ബേസ് 8 ആണ്. അപ്പോൾ കണ്ടിന്യൂസ് ഡിവിഷൻ ബൈ 8 ആൻഡ് ഗ്രൂപ്പിംഗ് റിമൈൻഡേഴ്സ് ഇൻ റിവേഴ്സ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒക്ടൽ ഇക്വാലന്റ് കിട്ടും. ഇനി ഒരൊറ്റ കൺവേർഷനും കൂടി ബാക്കിയുള്ളൂ, നമുക്ക് ഡെസിമൽ ടു ഹെക്സാ ഡെസിമൽ കൺവേർഷൻ. അപ്പൊ ഡെസിമൽ ടു ഹെക്സാ ഡെസിമൽ കൺവേർഷൻ ചെയ്യുന്ന സമയം പോരായോ? ഡെസിമൽ ടു ഹെക്സാ ഡെസിമൽ കൺവേർഷൻ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം നമ്മൾ കിട്ടേണ്ട ഏതിലേക്കാണോ കൺവേർട്ട് ചെയ്യേണ്ടത് അതിന്റെ ബേസ് വെച്ചിട്ടാണ് നമ്മൾ കണ്ടിന്യൂസ് ഡിവിഷൻ ചെയ്യേണ്ടത്. അപ്പൊ ഡെസിമൽ ടു ഹെക്സാ ഡെസിമൽ കൺവേർഷൻ ചെയ്യുമ്പോൾ 16 വെച്ചിട്ടാണ്. നമ്മൾ ആദ്യം ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ 2 വെച്ച് ഡിവൈഡ് ചെയ്തു. ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ നമ്മൾ 8 വെച്ച് ഡിവൈഡ് ചെയ്തു. ഹെക്സാ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഡെസിമൽ നമ്പറിനെ നമ്മൾ 16 വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നോക്കാം, നമുക്ക് തന്നിരിക്കുന്ന നമ്പർ നേരത്തെ 765 തന്നെ നമ്മൾക്ക് എടുക്കാം. 765 ടു ദ ബേസ് 10 ഇസ് ഈക്വൽ ടു ഡാഷ് ടു ദ ബേസ് 16. ഇതിനെ ബേസ് 16ലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 765 ഡിവൈഡഡ് ബൈ 16 ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ 765 ഡിവൈഡഡ് ബൈ 16. 16 4 പ്രാവശ്യമാണ് ഉണ്ടാവാൻ സാധ്യതയുള്ളത്. അപ്പൊ ഇവിടെ നോക്കാം, 16 4 64. 16 4 64 ആണ്. അപ്പൊ റിമൈൻഡർ എത്ര വരും? 6ൽ നിന്ന് 4 പോയി കഴിഞ്ഞാൽ 2, 7 നിന്ന് അപ്പൊ 12 ആണ് റിമൈൻഡർ വന്നിരിക്കുന്നത്. ഈ 5നെ ഇങ്ങോട്ട് ഇറക്കി എഴുതി 125. അപ്പൊ 125 എത്ര പ്രാവശ്യം 16 ഉണ്ട്? 64 64 8 പ്രാവശ്യമാണ് ഉണ്ടാവാൻ സാധ്യതയുള്ളത്. 8. അപ്പൊ 64 × 8 എന്ന് പറയുന്നത് 124 ആണ്. 124 ആണ്. 64 128 ആണ്. സോറി, അപ്പം 8 പ്രാവശ്യം ഇല്ല, 7 പ്രാവശ്യം ഉള്ളൂ. 7 പ്രാവശ്യം. അപ്പൊ 97 × 6 56 അല്ലെ, 96 വരും. അപ്പൊ 96 ആണ് ഇവിടെ വരിക. അപ്പം 7 × 16 96. 96 ഇവിടെ മൈനസ് ചെയ്ത് കഴിയുമ്പോൾ എത്ര കിട്ടും? 15ൽ നിന്നും 6 പോയി കഴിഞ്ഞാൽ 9. 11ൽ നിന്നും 9 പോയി കഴിഞ്ഞാൽ 2. 29. അതെങ്ങനെ ശരിയാവുക? തെറ്റുണ്ടോ? 100 എത്രയാണ്? 16 × 7 എത്രയാ? കണ്ടുപിടിച്ചേ. 8 പ്രാവശ്യം ഉണ്ടോ? എന്താണെങ്കിലും ഇവിടെ കിട്ടുന്ന റിമൈൻഡർ അത് എത്രയാണ്? എനിക്ക് 64 12 125. 125ല് 16 7 പ്രാവശ്യം ഇല്ലല്ലോ. 16 × 7 എത്രയാണ്? 7 6 7 6 ആർ എത്രയാണ്? 42 അല്ലേ? യെസ്, അതാണ് മിസ്റ്റേക്ക് വരുന്നത്. 7 6 ആർ 42. 4 റിമൈൻഡർ 7 + 4 11. ഓക്കെ, 112 ആണ് ഇവിടെ വരേണ്ടത്. 112. ഓക്കെ, അപ്പൊ അയ്യോ ഇവിടെ എല്ലാം തെറ്റിപ്പോയോ? ഇവിടെ 64, ഇവിടെ 12 5 112. അപ്പൊ 112 ആണ് ഇവിടെ വരിക. അപ്പം 5ൽ നിന്ന് 2 പോയാൽ 3, 2ൽ നിന്ന് 1 പോയാൽ 13. അപ്പൊ ഇവിടെ കിട്ടുന്ന റിമൈൻഡർ എന്ന് പറയുന്നത് 13. നിങ്ങൾ ഡിവിഷൻ ഒക്കെ ശ്രദ്ധിച്ച് ചെയ്യണം, ഇതേപോലെയുള്ള കാൽക്കുലേഷൻ മിസ്റ്റേക്സ് ഒന്നും വരരുത്. അപ്പൊ 765നെ 16 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് ഉത്തരം 47 കിട്ടി. റിമൈൻഡർ എന്ന് പറയുന്നത് 13 ആണ് നമ്മൾക്ക് കിട്ടിയത്. അപ്പൊ ഹൈഫൻ ഇട്ടിട്ട് ആ 13 എന്ന് പറയുന്ന റിമൈൻഡറിനെ നമ്മൾ ഇവിടെ എഴുതുന്നു. ഇനി 13നെ റെപ്രസെന്റ് ചെയ്യുന്ന ഹെക്സാഡെസിമൽ ഏതാണ് നമ്മൾ കണ്ടുപിടിക്കണം. എ എന്ന് പറയുന്നത് 10നെ റെപ്രസെന്റ് ചെയ്യും, ബി എന്ന് പറയുന്നത് 11നെ റെപ്രസെന്റ് ചെയ്യും, സി എന്ന് പറയുന്നത് 12നെ റെപ്രസെന്റ് ചെയ്യും, ഡി എന്ന് പറയുന്നതാണ് 13നെ റെപ്രസെന്റ് ചെയ്യും. അപ്പൊ 13ന് പകരം നമ്മൾക്ക് എന്ത് എഴുതാം? ഡി എന്ന് എഴുതാം. പിന്നെ ഈ 47നെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? 16 വെച്ച് ഡിവൈഡ് ചെയ്യണം. 16 2 പ്രാവശ്യമേ 47ൽ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. 36 16 16 32 ആണ് കിട്ടുക. അപ്പൊ 48 മൈനസ് 32. അപ്പൊ 8ൽ നിന്ന് 2 പോയാൽ 6, 47 മൈനസ് അപ്പൊ 15 ആണ് റിമൈൻഡർ കിട്ടുക. അപ്പൊ 2, ഇതിന്റെ ഉത്തരം 2 ആണ്. ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഉത്തരം 2 എന്നും റിമൈൻഡർ 15 എന്നാണ് കിട്ടുക. ഈ 15നെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 13 ഡി എന്ന് റെപ്രസെന്റ് ചെയ്യും, 14
ഇ എന്ന് റെപ്രസെന്റ് ചെയ്യും, 15നെ എഫ് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പോൾ 15ന് പകരം എഫ് എന്ന് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ തന്നിരിക്കുന്ന നമ്പറിനെ നമ്മൾ 16 വെച്ച് ഡിവൈഡ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ 765നെ 16 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ 47. അതിന്റെ റിമൈൻഡറായ 13നെ ഇവിടെ എഴുതി. 13നെ നമ്മൾ ഡി വെച്ചിട്ടാണ് ഹെക്സാഡെസിമൽ റെപ്രസെന്റ് ചെയ്യുക. 47നെ വീണ്ടും 16 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ 2 കിട്ടി. റിമൈൻഡർ 15. 15നെ ഹെക്സാഡെസിമലിൽ എഫ് എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ ഇതിനെ വീണ്ടും 16 താഴെയുള്ള നമ്പർ ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ നമ്മൾ ഇതിനെ റിവേഴ്സ് ഓർഡറിൽ പ്രിന്റ് ചെയ്യാം. 15 താഴെയുള്ളതിന് 15 വരെയാണ് ഹെക്സാഡെസിമൽ ഉള്ളത്. 15 താഴെയുള്ളതിനെ കിട്ടിയാൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നു. വീണ്ടും ഇതിനെ റിവേഴ്സ് ഓർഡറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഗ്രൂപ്പ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് 2FD 2FD to the base 16 ഇതാണ് നമ്മളുടെ ഒക്ടൽ നമ്പർ, നമ്മളുടെ ഡെസിമൽ നമ്പറിന്റെ ഹെക്സാഡെസിമൽ ഇക്വാലന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നമ്പർ കൺവേർഷൻസ് എന്ന് പറയുന്നത്. 3 കൺവേർഷൻസ് ആണ് നമ്മൾ പഠിച്ചത്. ഡെസിമൽ നമ്പറിനെ ബൈനറിയിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം, ഡെസിമലിനെ ഒക്ടലിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം, ഡെസിമലിനെ ഹെക്സാഡെസിമലിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം. അപ്പോൾ 3 കൺവേർഷൻസ് പഠിച്ചു. അതിൻ്റെ അകത്തെ ഫസ്റ്റ് വൺ ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ ആണെങ്കിൽ തന്നിരിക്കുന്ന ഡെസിമൽ നമ്പറിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുക. അതിന്റെ ഉത്തരം ഞാൻ വരുന്നത് അതിന്റെ ആൻസേഴ്സ് എഴുതുന്നു. അതിന്റെ റിമൈൻഡേഴ്സ് എനിക്ക് പോകണം, അതുകൊണ്ടാണ് അതിന്റെ റിമൈൻഡേഴ്സ് എല്ലാം നമ്മൾ എഴുതുന്നു. ആ റിമൈൻഡേഴ്സിനെ റിവേഴ്സ് ഓർഡറിൽ ഗ്രൂപ്പ് ചെയ്യുന്നു. അതാണ് അതിന്റെ ബൈനറി ഇക്വാലന്റ് എന്ന് പറയുന്നത്. 2 വെച്ച് തന്നിരിക്കുന്ന ഡെസിമൽ നമ്പറിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന റിമൈൻഡേഴ്സിനെ റിവേഴ്സ് ഓർഡറിൽ ഗ്രൂപ്പ് ചെയ്യുന്നതാണ് ബൈനറി ഇക്വാലന്റ്. ഒക്ടലിലേക്കാണെങ്കിൽ തന്നിരിക്കുന്ന ഡെസിമൽ നമ്പറിനെ 8 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. 8 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡേഴ്സിനെ തിരിച്ച് ഓർഡറിൽ ഗ്രൂപ്പ് ചെയ്യുന്നതാണ് ഒക്ടൽ ഇക്വാലന്റ്. ഇനി ഹെക്സാഡെസിമലിലേക്കാണ് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഡെസിമൽ നമ്പറിനെ 16 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. 16 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് കിട്ടിയ റിമൈൻഡേഴ്സിനെ റിവേഴ്സ് ഓർഡറിൽ ഗ്രൂപ്പ് ചെയ്യുന്നതിനെയാണ് ഹെക്സാഡെസിമൽ ഇക്വാലന്റ് ആയിട്ട് നമുക്ക് കിട്ടുക. ഹെക്സാഡെസിമലിൽ ശ്രദ്ധിക്കേണ്ടത് 10, 11, 12, 13, 14, 15 ഇതിലേതെങ്കിലും ആണ് കിട്ടിയതെങ്കിൽ അതിന്റെ ഇക്വാലന്റ് ആയിട്ടുള്ള ആൽഫബറ്റ് ABCDEF വരെയുള്ള ആൽഫബറ്റ്സിൽ ഏതാണ് അതാണ് നിങ്ങൾ കൃത്യമായിട്ടും നോക്കി എഴുതണം. അപ്പൊ ഇതിനകത്ത് കൺവേർഷന്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഡിവിഷൻ നടത്തുമ്പോൾ ശ്രദ്ധിക്കണം. അതേപോലെ ഈ ഡിവിഷൻ സ്റ്റോപ്പ് ചെയ്യുന്ന എപ്പോഴാണ്, നമ്മൾക്ക് ഏറ്റവും അവസാനം ഒക്ടലിലേക്കാണെങ്കിൽ 8 താഴെയുള്ള നമ്പർ ഇവിടെ എന്താണ് ഉത്തരവായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇനി ബൈനറി ആണെങ്കിൽ 1 കിട്ടിക്കഴിഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് ചെയ്യാം. ബൈനറിയിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ ഏറ്റവും അവസാനം 1 എന്ന് കിട്ടുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാം. ഇനി ഹെക്സാഡെസിമലിലേക്കാണ് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 15 താഴെയുള്ള ഏതെങ്കിലും നമ്പർ, 15ഓ അതിൽ താഴെയുള്ള 16 താഴെയുള്ള നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് കൺവേർഷൻസിൽ നിങ്ങൾ പഠിക്കേണ്ടത്. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പേരെഴുതിയിട്ട് എക്സിറ്റ് ചെയ്യാം. നാളെ വൈകുന്നേരം 6 മണിക്ക് കൃത്യമായിട്ടും ഇത്രയും ഭാഗങ്ങളുടെ പരീക്ഷ, ഞാൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത മുഴുവൻ കാര്യങ്ങളുടെയും പരീക്ഷ നാളെ വൈകുന്നേരം 6 മണിക്ക് ഉണ്ടാകും. പിന്നെ വരുന്ന ക്ലാസ്സിൽ, അതായത് വ്യാഴാഴ്ചയാണ് കമ്പ്യൂട്ടറിൻ്റെ അടുത്ത ക്ലാസ്. വ്യാഴാഴ്ച ഈ ചാപ്റ്ററിൻ്റെ ബാക്കി കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. ബാക്കി കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം, കൃത്യമായിട്ട് എഴുതിയെടുത്തോണേ. ഇതിൻ്റെ റിവേഴ്സ് കൺവേർഷൻസ്, അതായത് നേരെ ഇപ്പോൾ പഠിച്ചതിൻ്റെ നേരെ റിവേഴ്സ് ആയിട്ടുള്ള കൺവേർഷൻസ്. നമ്മൾ ബൈനറി ടു ഡെസിമൽ ടു ബൈനറി, ഡെസിമൽ ടു ഒക്ടൽ, ഡെസിമൽ ടു ഹെക്സാഡെസിമൽ ആണ് പഠിച്ചത്. ഇതിൻ്റെ നേരെ തിരിച്ച് ബൈനറി ടു ഡെസിമൽ, ഒക്ടൽ ടു ഡെസിമൽ, ഹെക്സാഡെസിമൽ ടു ഡെസിമൽ, ഇതിൻ്റെ നേരെ തിരിച്ചുള്ള എല്ലാ കൺവേർഷൻസും നിങ്ങൾ പഠിച്ചിരിക്കണം. ഡെസിമലിലേക്ക് ആക്കാനുള്ള എല്ലാ കൺവേർഷൻസും പഠിച്ചിരിക്കണം. പിന്നെ റെപ്രസെൻറ്റേഷൻ ഓഫ് ഇൻഡിജേഴ്സിൽ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ്, 1's കോംപ്ലിമെൻറ്റ്, 2's കോംപ്ലിമെൻറ്റ്, ആ ഇൻഡിജർ റെപ്രസെൻറ്റേഷൻ്റെ 3 എണ്ണം. പിന്നെ ക്യാരക്ടർ റെപ്രസെൻറ്റേഷനിലെ 2 എണ്ണം, ആസ്കിയും യുണീക്കോഡും. ഇത്രയാണ് പഠിക്കേണ്ടത്. എഴുതിയെടുത്തോണേ കൃത്യമായിട്ടും. പറഞ്ഞില്ല, കേട്ടില്ല, മനസ്സിലായില്ല എന്നൊന്നും പറയരുത്. കൺവേർഷൻ 3 എണ്ണമാണ് പഠിക്കേണ്ടത്. അത് ഏതൊക്കെയാണ്? ബൈനറി ടു ഡെസിമൽ, ഒക്ടൽ ടു ഡെസിമൽ, ഹെക്സാഡെസിമൽ ടു ഡെസിമൽ. ബൈനറി ടു ഡെസിമൽ, ഒക്ടൽ ടു ഡെസിമൽ, ഹെക്സാഡെസിമൽ ടു ഡെസിമൽ, 3 നമ്പർ കൺവേർഷൻസ്. പിന്നെ ഇൻഡിജർ റെപ്രസെൻറ്റേഷനിൽ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ്, 1's കോംപ്ലിമെൻറ്റ്, 2's കോംപ്ലിമെൻറ്റ്, 3 റെപ്രസെൻറ്റേഷൻ. പിന്നെ ക്യാരക്ടർ റെപ്രസെൻറ്റേഷനിലെ 2 എണ്ണം, ആസ്കി, യുണീക്കോഡ്. ഇത്രയും കാര്യങ്ങളാണ് വ്യാഴാഴ്ചത്തെ ക്ലാസ്സിന് മുമ്പായിട്ട് നിങ്ങൾ നോക്കി വെക്കേണ്ട കാര്യങ്ങൾ. നാളെ വൈകുന്നേരം വരെ ഇത്രയും കാര്യങ്ങൾ ഭംഗിയായിട്ട് പഠിക്കുക. ഇനി ഇത് പഠിക്കാൻ നിങ്ങൾക്കൊരു അവസരം കിട്ടില്ല. ഭംഗിയായിട്ട് പഠിച്ച് നാളെ വൈകുന്നേരത്തെ പരീക്ഷ നന്നായിട്ട് എഴുതുക. നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. റിവിഷൻ ഈ രീതിയിൽ തന്നെ നടത്തിയാൽ മതിയോ, അതോ നിങ്ങളോട് ക്വസ്റ്റ്യൻസ് ചോദിച്ച് നിങ്ങൾ ആൻസർ ചെയ്യുന്ന രീതിയിൽ ചെയ്യുന്നതാണോ കൂടുതൽ ഉപകാരപ്പെടുന്നത്, അതോ ഞാൻ വീണ്ടും ഇങ്ങനെ പറഞ്ഞു പോകുന്നതാണോ കൂടുതൽ ഉപകാരം? എന്താ നിങ്ങൾക്ക് തോന്നുന്നത്?
ആണോ? എല്ലാവരുടെയും അഭിപ്രായം ഇങ്ങനെയാണോ? എല്ലാവർക്കും അങ്ങനെയാണോ തോന്നുന്നത്? ഓക്കെ. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ ഇടുക കേട്ടോ. റിവിഷൻ ഈ രീതിയിലല്ല, വേറെ ഏതെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ ഇടുക. ആ രീതിയിലൊക്കെ നമുക്ക് പല രീതിയിലേക്ക് മാറ്റാം. ഇതിപ്പോൾ നമ്മൾ നോർമൽ ക്ലാസ് എടുത്ത് പോകുന്ന പോലെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെയല്ല വേറെ ഏതെങ്കിലും രീതിയിൽ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക, ആ രീതിയിലേക്ക് നമുക്ക് ചെയ്യാം. അപ്പോൾ നാളെ വൈകുന്നേരത്തെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുക, പേരെഴുതിയിട്ട് എക്സിറ്റ് ചെയ്തോളൂ കേട്ടോ. അതിൻ്റെ വീഡിയോ ഇന്നിടുമെന്ന് അറിയത്തില്ല. വീഡിയോ ഞാൻ റെക്കോർഡൊക്കെ ചെയ്തിട്ടുണ്ട്. പരമാവധി ഇന്ന് തന്നെ ഇടാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. ഇല്ലെങ്കിൽ നാളെ എന്തായാലും ഇട്ടേക്കാം, നാളെ രാവിലെ എന്തായാലും ഇട്ടേക്കാം. ഇന്ന് രാത്രി അതായത് 11 മണി 12 മണിയോട് കൂടി എന്തായാലും ഞാൻ ഇട്ടേക്കാം.